നമസ്കാരം. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ മരണത്തിന്റെ ഞെട്ടലിലാണ് വ്യവസായ ലോകം. സീറോ ഡെബിറ്റിൽ തുടങ്ങി കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇടം പിടിച്ച വ്യവസായി. തൊട്ടതെല്ലാം പൊന്നാക്കി കെട്ടിപ്പടുത്ത കോൺഫിഡൻസ് ഗ്രൂപ്പ്, സിനിമയും റിയാലിറ്റി ഷോയും ആഡംബര കാറുകളും നെഞ്ചോട് ചേർത്ത റോയ് എല്ലാം ഒരു നിമിഷം കൊണ്ട് വെടിയുണ്ടയിൽ അവസാനിപ്പിച്ചു. ഇടത് നെഞ്ചിൽ തുളച്ചു കയറിയ വെടിയുണ്ട ഹൃദയത്തെയും ശ്വാസകോശത്തെയും കീറിമുറിച്ച് പിൻഭാഗത്തുകൂടി പുറത്തു കടന്ന് റോയ് തത്സമയം മരിച്ചുവെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആദായ നികുതി ഉദ്യോഗസ്ഥരാണ് റോയിയുടെ മരണത്തിന് കാരണമെന്ന് സഹോദരൻ CJ ബാബു ആരോപിച്ചു. മനുഷ്യത്വപരമായ നിലപാട് ഏജൻസികൾ എടുക്കുന്നില്ലെന്നും കുടുംബത്തിന്റെ പരാതിയിൽ ഫലപ്രദമായ അന്വേഷണം വേണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെടുമ്പോൾ ദുരൂഹതയുണ്ടെന്നും അന്വേഷണത്തിലൂടെ സത്യം പുറത്തുവരണമെന്നും കോൺഗ്രസും നിലപാടെടുക്കുന്നു. പ്രത്യേക സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. വലിയ പ്രതിസന്ധികളിൽ തളരാതെ തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത വ്യവസായിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതാരാണ്? കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായോ? അന്വേഷണത്തിലൂടെ സത്യം പുറത്തുവരുമോ? ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വന്നിരുന്നത്. ഇൻ ഹിസ് ഓഫീസ്. അവര് 3 ദിവസമായിട്ട് അവർ ഓഫീസിലുണ്ട്. 28-ാം തീയതി വന്നാണ്. 28, 29, ഇന്നലെ 30-ാം തീയതി രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. റോയ് വിളിച്ചിട്ടുണ്ടായിരുന്നു. 10:40 രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എപ്പോഴാണ് വരുന്നത്, എനിക്കൊന്ന് കാണണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് 7 മണിക്ക് കാണാമെന്ന് പറഞ്ഞാണ്. പക്ഷെ ആളുണ്ടായില്ല, ആൾ പോയി. ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ഒരു വ്യവസായി അത് പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഗൗരവതരമായ അന്വേഷണം നടത്തണം. അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലുള്ള കാര്യത്തെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ഏജൻസി ഗൗരവതരമായി അന്വേഷിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളതിൻ്റെ പരിശോധന ഫലപ്രദമായിട്ട് നടത്തിയെന്ന് വേണം എന്നാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. അന്വേഷണം നടത്തണം. അപ്പോഴാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾ പുറത്തു വരിക. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ഗീതു ശിവകുമാർ, സംരംഭക; ഡോക്ടർ മോഹൻ റോയ്, മാനസിക രോഗ വിദഗ്ധൻ; അബിൽ, കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രതിനിധി; ശ്രീ N. ലാൽകുമാർ, ഇടത് സഹയാത്രികൻ; ശ്യാം രാജ്, BJP പ്രതിനിധി; അജിത് സാം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീമതി ഗീതു ശിവകുമാർ, താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. വ്യവസായിക ലോകം മുഴുവൻ വലിയ ഞെട്ടലാണ് ഈ മരണത്തിൽ രേഖപ്പെടുത്തുന്നത്. ഓരോ മലയാളിയെ സംബന്ധിച്ചും വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുള്ള ഒരു മരണമാണ്. താങ്കൾ ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, ഒരു ജീവിതകാലത്തെ അധ്വാനം കൊണ്ട് ഒരു സംരംഭം കെട്ടിപ്പടുത്തവരെ മാനസികമായി പീഡിപ്പിക്കുന്നത് ശരിയല്ല എന്ന തരത്തിലാണ്. പല സന്ദർഭങ്ങളിലും നമ്മൾ പൊതുവെ സമ്പന്നരായ സംരംഭകരെയും വ്യവസായികളെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ശത്രുതാ മനോഭാവത്തോടെ സമീപിക്കുന്നത് കാണാറുണ്ട് എന്നത് പറയുന്നു. പലരുടെ അനുഭവങ്ങളിൽ നിന്ന് കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതുമാണോ താങ്കൾ പങ്കുവച്ചിരിക്കുന്നത്? റോയിയുടെ മരണത്തിലും അതിന് പിന്നിൽ ഇത് തന്നെയാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നു? ബേസിക്കലി എനിക്ക് പറയാനുള്ള നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നത്തിനെ പറ്റിയാണ്. അതായത് ഓരോ ബിസിനസ്സുകാരനും അല്ലെങ്കിൽ ഏതൊരു സംരംഭകനും ഒരുപാട് ഒരു ജീവിതകാലത്തെ എഫേർട്ട് വെച്ചിട്ടാണ് അത് കെട്ടിപ്പടുക്കുന്നതും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. പക്ഷെ നമ്മുടെ നാട്ടില് ഇപ്പൊ ഇന്ത്യ ആസ് എ കൺട്രി കംപ്ലയൻസിന് ഒരു, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും കംപ്ലയൻസിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇംഗ്ലീഷ് മൂവി എടുത്തു, അതിനകത്ത് ഇപ്പൊ ഒരു കുറ്റം ചെയ്ത ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു. അതിനകത്ത് പോലീസ് ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സീൻ നമ്മൾ വിഷ്വലൈസ് ചെയ്യുവാണെങ്കിൽ അത് നമ്മുടെ ഇന്ത്യയിൽ ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെയല്ല. അതുപോലെ തന്നെ ഓരോ രാജ്യത്തും അതിന്റെ കംപ്ലയൻസ് ഓഫീസേഴ്സ് ആൾക്കാരോട് പെരുമാറുന്ന രീതിയിൽ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ ഇന്ത്യയിൽ പൊതുവെ ഇത് ആദ്യമായിട്ട് ഒരാളല്ല, ഒരു സംരംഭകൻ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻക്വയറി കാരണം ആത്മഹത്യ ചെയ്യുന്നത്. ഇപ്പം ഞാൻ കുറച്ച് വർഷം മുന്നേ നമ്മളെല്ലാവരും ഞെട്ടിയ ഒരു ന്യൂസാണ് VG സിദ്ധാർത്ഥയുടേത്. അത് കഫേ കോഫി ഡേയുടെ ഫൗണ്ടർ ആയിരുന്നു. പുള്ളിയുടെ ആത്മഹത്യാക്കുറിപ്പിലും ഇൻകം ടാക്സ് ഓഫീസേഴ്സ് പുള്ളിയെ നിരന്തരമായി പീഡിപ്പിച്ചിരുന്നു, അത് സഹിക്കാൻ വയ്യാത്ത മെന്റൽ ടോർച്ചർ ആയിരുന്നു എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ എത്രയോ പേർ ഈ മാനസിക പീഡനം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം പേർ, ഒരൊറ്റ കേസല്ല, പല കേസസിലും ഇതുപോലെ തന്നെ ഓൺടർപ്രണേഴ്സ് ഇത് ഞങ്ങൾക്ക് മെന്റലി ടോർച്ചറിങ് ആണ് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ
മൾട്ടിപ്പിൾ ആൾക്കാർക്ക് ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം കാണണമല്ലോ. ഓക്കെ അപ്പോ നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാരോട് ഗവൺമെന്റ് ഒഫീഷ്യൽസ് പൊതുവെ സ്വീകരിക്കുന്ന ഒരു സമീപനം കുറച്ചും കൂടെ നല്ലതാവാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ പർട്ടിക്കുലർ കേസിലും ഇത്രയും വലിയൊരു സംരംഭം കെട്ടിപ്പടുത്ത് ഇത്രയും 40-50 വർഷത്തെ എഫേർട്ട് അതിനകത്ത് ഇട്ടിട്ടുള്ള ഒരു മനുഷ്യന് ഒരു മൊമെന്റിൽ എനിക്കിനി മരിച്ചാൽ മതി എന്ന് തോന്നണമെങ്കിൽ അതിന് ഇപ്പൊ ഇത് മാത്രമല്ല പ്രൈമറി റീസണെങ്കിൽ കൂടിയും അത് ഒരു റീസൺ ആയിട്ടുണ്ടെങ്കിൽ അത്രമാത്രം എന്തെങ്കിലും ഒരു മെന്റൽ പ്രഷർ ഉണ്ടായിട്ടുണ്ടാവണമല്ലോ. അപ്പൊ അത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയിൽ നിന്നുണ്ടാവുന്നു എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഫ്രണ്ട്ലി കൺട്രിക്ക് ചേരുന്ന ഒരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ളൊരു ടേം നമ്മൾ പറയാറുണ്ട്. ബിസിനസ് ചെയ്യാൻ എളുപ്പമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള ഒരു വാക്കിന് പ്രസക്തി ഇല്ലാതാവുമല്ലോ. അപ്പൊ ആ വാക്കിന് ഒരു പ്രസക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ നാട്ടിൽ എന്തോ പ്രശ്നമുണ്ട് എന്നല്ലേ അർത്ഥം. അപ്പം അതിന്റെ ഇതൊരു കാരണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ പല കാരണങ്ങളിൽ ഒരു കാരണം ഇതായേക്കാം. അതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ബാക്കി നിയമവ്യവസ്ഥയും ബിസിനസ്സുകാരെ കാണുന്ന ഒരു മെന്റാലിറ്റിക്ക് കുറച്ചും കൂടി ഒരു വ്യത്യാസം വരണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതുപോലെ ഒരാളെ ഭരണത്തിലേക്ക് നയിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രഷർ ഇടുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. അജിത് സാം കൂടി ചേരുകയാണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അജിത്ത്, നോക്കൂ, ഇവിടെ IT വിഭാഗത്തിന്റെ റെയ്ഡ് നടക്കുകയായിരുന്നു. അവരുടെ അനൗദ്യോഗികമായി നമുക്ക് അവരുടെ IT വിഭാഗത്തിൻ്റെ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവർ പറയുന്നത് അവരെല്ലാ വിധത്തിലുമുള്ള നിയമപരമായിട്ടുള്ള ചെയ്യേണ്ടുന്ന കാര്യങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ റെയ്ഡിലേക്ക് കടന്നത് എന്നതാണ്. അത് വിറ്റ്നസിനെ ഉൾപ്പെടെ ഉറപ്പാക്കിയിരുന്നു, ബാക്കി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നതാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ തന്നെ സമ്മതപത്രം വാങ്ങിയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെന്ന അവകാശവാദമാണ് അവർ നൽകുന്നത്. അതേസമയം സഹോദരൻ, കുടുംബാംഗങ്ങൾ, പുറമേ നിന്ന് കാണുന്ന നമുക്ക് പോലും അദ്ദേഹം വേട്ടയാടപ്പെട്ടോ എന്നൊരു സംശയം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പല പ്രതികരണങ്ങളും സാഹചര്യങ്ങളും നമ്മൾ കാണുകയാണ്. ഒരു മരണം സംഭവിച്ചിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യവുമാണല്ലോ. താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇവിടെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ റെയ്ഡ് നടന്നിരിക്കുന്നത് എന്നതാണോ ലഭ്യമാകുന്ന വിവരങ്ങൾ? താങ്കൾക്ക് എന്ത് മനസ്സിലാകുന്നു? അതെ, തീർച്ചയായും. നമുക്ക് ഈ ഒരു ഇൻകം ടാക്സിന്റെ, ഞാൻ ആദ്യം അതിന്റെ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, പിന്നെ ഞാൻ ആ ക്വസ്റ്റിന്റെ ആൻസറിലേക്ക് വരാം. അതായത് ഇൻകം ടാക്സില് ഇപ്പൊ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് രണ്ട് രീതിയാണ് ഉള്ളത്. ഒന്ന്, നമുക്കൊരു നോട്ടീസ് അയച്ചിട്ട് നമ്മളോട് ആ രേഖകൾ ഹാജരാക്കാനായിട്ട് ആവശ്യപ്പെടാം. അതല്ല, നമുക്ക് അവർക്ക് ഫീൽ ചെയ്യുകയാണ് ഒരു ഗ്രീവിയൻസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ടാക്സ് ഇവേഷൻ നടന്നിട്ടുണ്ട്, അതൊരു വലിയ ലെവലിലേക്കുള്ളതാണ് എന്ന് അവർക്കൊരു തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് റെയ്ഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് റെയ്ഡ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് പോകും. അപ്പൊ തീർച്ചയായിട്ടും റെയ്ഡ് എന്ന് പറയുന്ന ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഇവന്റ് ആണ്. നമുക്ക് ഒരിക്കലും പറഞ്ഞിട്ട് നേരത്തെ ഒരു നോട്ടീസ് തന്നിട്ടല്ല ഒരിക്കലും റെയ്ഡിലേക്ക് വരുന്നത്. അപ്പൊ ഈ പ്രത്യേക കേസിൽ ഞാൻ മനസ്സിലാക്കിയത്, ഈ ശ്രീ CJ റോയിയുടെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഈ ഒരു പ്രോസസ്, അതായത് ഇൻകം ടാക്സിന്റെ റെയ്ഡ് തുടങ്ങിയത് ഈ 3 ദിവസം മുന്നേ അല്ല, അത് തുടങ്ങിയിട്ട് ഏകദേശം 1 മാസത്തിൽ കൂടുതലായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ കേരളത്തിൽ ഒരു റെയ്ഡ് നടക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി അത് ഹൈക്കോടതിയെ സമീപിക്കുകയും അവിടുന്ന് ഒരു സ്റ്റേ വാങ്ങിക്കുകയും അതിനുശേഷം വീണ്ടും ആ സ്റ്റേ ഇപ്പൊ മാറിയിട്ടാണ് ഇപ്പൊ വീണ്ടും അവർ ആ പ്രോസസ്സിലേക്ക് കടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ട് വന്ന് പുള്ളിക്ക് ഇപ്പം ഞാൻ ഒരു രീതിയിൽ പറഞ്ഞാൽ പുള്ളിക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് അതിൽ നിന്ന് മാറ്റാനുണ്ടെങ്കിൽ പോലും മാറ്റാൻ ഉള്ള സമയത്തിൽ കൂടുതൽ പുള്ളിക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടാവും. ഞാൻ ഒരിക്കലും അങ്ങനെ പറയുകയല്ല, എന്നാലും ഞാൻ പറയുകയാണ്. അതല്ല, മാധ്യമങ്ങളും ആ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം ഇത്രയും സമയം ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തന്നെയും അത്തരം ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവർ അതിന്റെ രേഖകൾ അതിന്റെ ഹെഡ് ഓഫീസിൽ സൂക്ഷിച്ചുകൊണ്ടായിരിക്കില്ല അത്തരം ബിസിനസ്സുകൾ ചെയ്യുക. അത് മാധ്യമങ്ങളിലൊക്കെ തന്നെയും വരുന്ന വിവരങ്ങൾ തന്നെയാണ്. പറഞ്ഞോളൂ. അതെ, അപ്പൊ ആ ഒരു, അതായത് ഈ പ്രോസസ്സിനെ പറ്റി വെൽ അവെയർ ആയിട്ടുള്ള ഒരാളാണ് ശ്രീ CJ റോയ് എന്ന് പറയുന്ന ആൾ. അപ്പൊ പുള്ളിക്ക് അതിനകത്തൊരു മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നതായിട്ടുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഒരു റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തില് പുള്ളി ആ ബിസിനസിന്റെ ഓണർ എന്നുള്ള നിലയ്ക്ക് പുള്ളിക്ക് എല്ലാ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷനെ പറ്റി അറിയണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പൊ ഇതൊരു പ്രോസസ്സ് മാത്രമാണ്. ഈ റെയ്ഡിന്റെ ഉദ്ദേശം തന്നെ ഡോക്യുമെന്റ് കളക്ട് ചെയ്യുക, മാക്സിമം എവിഡൻസസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇൻകം ടാക്സുകാര് ആ പ്രിമിസസിൽ നിന്നും അല്ലെങ്കിൽ പുള്ളിയിൽ നിന്നും കിട്ടുന്ന എവിഡൻസസ് കളക്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. പുള്ളിക്ക് ഒരു കാര്യത്തെ പറ്റി അറിയത്തില്ല എങ്കിൽ പുള്ളിക്ക് അറിയത്തില്ല എന്ന് തന്നെ തീർച്ചയായിട്ടും അത് പറയാനും അതിന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള പുള്ളിയുടെ ഓഫീസിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇത് മാനേജ് ചെയ്യുന്ന മാനേജിംഗ് ബോർഡ് ഉണ്ടാവും, അതിന് പുള്ളിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ അത് പുള്ളിക്ക് പിന്നീട് സമർപ്പിക്കാവുന്ന രേഖകളേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രോസസ്സ് നടക്കുന്നതിന്റെ ഇടയ്ക്ക് പുള്ളി അവിടെ വെച്ച് എന്തെങ്കിലും പെട്ടെന്നൊരു
ഒരു പ്രോസസ്സിലേക്കൊന്നും ഇൻകം ടാക്സ് വരെ പോകത്തില്ല. അവർ മാക്സിമം എവിഡൻസ് കളക്ട് ചെയ്യുക, അവിടുന്ന് പോവുക, അത് തന്നെയാണ് അവർ അവലംബിക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളും ഇങ്ങനെയുള്ള റൈഡുകൾ ഇപ്പോൾ നമ്മളെയും വിളിക്കാറുണ്ട്. അജിത് സാം ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഇപ്പോ അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 3 ദിവസമായി പരിശോധന നടന്നു വരികയാണ്, ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട എല്ലാ രേഖകളും നൽകിയിട്ടുണ്ട്, എന്നിട്ടും വലിയ മാനസിക പീഡനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായെന്ന് പറയുന്നു. കേരളത്തിൽ നിന്നും അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദും സംഘവുമാണ് റെയ്ഡ് നടത്തിയത്. പല പ്രാവശ്യവും ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് സഹോദരൻ തന്നോട് തുറന്നു പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഈ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ബംഗളൂരുവിലെത്തി അവിടെ അവരുടെ കോർപ്പറേറ്റ് ഓഫീസ് റെയ്ഡ് ചെയ്യുന്നു, എന്തുകൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരെ അതിന് നിയോഗിച്ചില്ല തുടങ്ങിയ സംശയങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ വിന്യാസം നടക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അവരുടെ പേരെടുത്ത് പറഞ്ഞു തന്നെ ഇപ്പോൾ കുടുംബം ആരോപണം ഉന്നയിക്കുന്നത്? അതിലെന്തെങ്കിലും അസ്വാഭാവികതകൾ തോന്നിയിട്ടുണ്ടോ? അത് നമുക്ക് അതായത് ഇൻകം ടാക്സിന്റെ ഒരു നമുക്കിപ്പോ നമ്മളൊരു എല്ലാവർക്കും ഒരു അസസിംഗ് ഓഫീസ് ഉണ്ടാവും. നമുക്കൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറയുന്ന പോലെ നമുക്കൊരു അസസിംഗ് ഓഫീസ് ഉണ്ടാവും. അവിടുന്നായിരിക്കും നമുക്കുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പരാതികളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസും നടക്കുന്നത്. പക്ഷെ ഇതൊരു സ്പെഷ്യൽ കേസാണ്, അതായത് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. റെയ്ഡ് നടക്കുന്നത് ഇൻകം ടാക്സിന്റെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഡിപ്പാർട്ട്മെന്റിന് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ഇല്ല. അവർക്ക് ടോപ്പ് അതോറിറ്റിയിൽ നിന്ന് അപ്രൂവൽസ് എടുത്തു കഴിഞ്ഞാൽ, അവരുടെ ഹയർ അതോറിറ്റിയിൽ നിന്ന് അപ്രൂവൽസ് എടുത്തു കഴിഞ്ഞാൽ അവർ ആ പാലിക്കേണ്ട നടപടിക്രമം പാലിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ എവിടെയും പോയി അവർക്ക് എവിഡൻസ് കളക്ട് ചെയ്യാം. അതിന് യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല. അതുകൊണ്ട് കേരളത്തിൽ പുള്ളിക്ക് ബിസിനസ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾക്ക് ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കാം അവര് ബാംഗ്ലൂരിൽ പോയത്. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ളവർ പോയി എന്നുള്ളത് കൊണ്ട് പുള്ളി അതും ഹൈക്കോടതിയിലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ സെയിം പോയിന്റ് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഹൈക്കോടതി ആ സ്റ്റേ നീക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അവര് പോയി എന്നുള്ളതിനകത്ത് യാതൊരു നടപടിക്രമങ്ങൾക്കും ഒരു പ്രശ്നങ്ങളും ഇല്ല. ശരി, പ്രാഥമികമായി നടപടിക്രമങ്ങൾ എന്താണ് എന്നും അതിലെ സാഹചര്യങ്ങളും താങ്കൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഡോക്ടർ മോഹൻ റോയ്, നോക്കൂ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, അത് ഏത് സാഹചര്യത്തിലായാലും എന്നത് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടെ നോക്കൂ, ഒന്നുമില്ലായ്മയിൽ നിന്നെന്ന് പറയുന്നില്ല, ഒരു ബിസിനസ് കുടുംബമായിരുന്നു എങ്കിൽ പോലും സ്വന്തം നിലയിൽ കെട്ടിപ്പടുത്ത ഒരു ബിസിനസ് സാമ്രാജ്യമാണ് റോയിയെ സംബന്ധിച്ചുണ്ടായിരുന്നത്. അദ്ദേഹം ആ ബിസിനസ് അത് വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ ഒരു ഫ്ലറിഷിംഗ് ടൈമിലേക്ക് എത്തിയതാണ്. ആ വിധത്തിലൊക്കെയുള്ള ബിസിനസ് എങ്ങനെ കൊണ്ടുവരണമെന്നും എങ്ങനെ ആദായം ഉണ്ടാക്കണമെന്നും ഒക്കെ അറിയാവുന്ന ഒരു ബിസിനസ്സുകാരൻ തന്നെയാണ് റോയ് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന് മറികടക്കാൻ പറ്റാത്ത അത്രയുമുള്ള എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായതായി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് പോലും അറിവില്ല. അങ്ങനെ ഒരു സാഹചര്യവും ഇല്ല എന്നാണ് അവർ പ്രാഥമികമായി പറയുന്നത്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായിരിക്കും അദ്ദേഹത്തെ ഈ മരണത്തിലേക്ക് തള്ളിവിട്ട സാഹചര്യങ്ങൾ? ഇതിപ്പോൾ ഒരു ആത്മഹത്യയാണോ, അതിനും അപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കണമോ എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുന്നു. വലിയ ദുരൂഹതകൾ ഉണ്ട് എന്ന് പറയുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല എന്നതാണ് മനസ്സിലാകുന്നത്. എങ്കിൽ പോലും പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടൊക്കെ വരുന്നതിൽ നിന്ന് ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. താങ്കൾക്ക് എന്ത് മനസ്സിലായി? തീർച്ചയായിട്ടും ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു വിശകലനം നടത്തുന്നത്. പക്ഷേ അതിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കുടുംബങ്ങൾ പറയുന്നു, എന്ന് നാം പറയുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ നാട്ടിൽ ആത്മഹത്യയിലേക്ക് നയിക്കാവുന്ന, ഞാനിപ്പോൾ ഇദ്ദേഹത്തിന് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നൊന്നുമല്ല ആദ്യമേ പറയുന്നത്, പക്ഷേ നമ്മുടെ നാട്ടിൽ പൊതുവെ ഇത്തരത്തിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പോൾ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാനസിക രോഗം വിഷാദ രോഗമാണ്. അത്തരത്തിലുള്ള ഒരു രോഗാവസ്ഥ ഉണ്ടെങ്കിൽ പോലും നമ്മളിൽ എത്ര പേർ ഇത് തുറന്നു പറയാൻ തയ്യാറാവും, പ്രത്യേകിച്ച് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ, നമുക്ക് ഒരു വ്യക്തി, നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ അറിയാവുന്നതാണ്. സമൂഹത്തിൽ വളരെ ഉന്നതസ്ഥാനീയരായ വ്യക്തികൾക്കുൾപ്പെടെ അവരുടെ തൊഴിൽ മേഖലയും മറ്റു മേഖലയിലുമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ധാരാളം ഉണ്ടാകാം എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ എന്ത് നടപടിയാണ് ഈ സമ്മർദ്ദാതിജീവനത്തിന് സ്വീകരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. പൊതുവേ ഈ പറയുന്ന അമിതമായ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നമ്മുടെയൊക്കെ ചിന്തയിലൊരു പ്രശ്നം ഉണ്ടായേക്കാം. കാരണം പൊതുവേ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ, നമുക്ക് അമിത സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ടായാൽ നമ്മൾ ഏറ്റവും അതിലെ കുഴപ്പം പിടിച്ച പ്രത്യാഘാതം എന്തായിരിക്കും, പരിണതഫലം എന്തായിരിക്കും എന്ന് മാത്രമേ നമ്മൾ ആലോചിക്കുകയുള്ളൂ. കാരണം നമ്മുടെ തലച്ചോറ് നമ്മുടെ പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ച ഒരു വ്യത്യാസമാണ്. കാരണം ഒരു വാഹനം മുന്നിലേക്ക് വരുന്നത് കണ്ടാൽ നമ്മളെ ഇടിക്കും എന്ന ഒരു ചിന്തയോടുകൂടി തന്നെ നമ്മൾ ചാടി മാറിയാലേ നമുക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുകയുള്ളൂ. അപ്പോൾ ഇത്തരം സമ്മർദ്ദം കൂടുന്ന സാഹചര്യങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഏറ്റവും കുഴപ്പം പിടിച്ച ഔട്ട്കമ്മിലേക്ക് ചിന്തിക്കുന്ന ഒരു രീതിയിലാണ് ആൾക്കാർക്ക് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ സമ്മർദ്ദ സാഹചര്യങ്ങളിലൊക്കെ തന്നെ ആൾക്കാർ ഇത്തരത്തിലുള്ള
ചില ഇപ്പോൾ കേസുകളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളിതൊരു ആത്മഹത്യയുടെ നിഗമനത്തിലെത്തുകയാണെങ്കിൽ അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് വെച്ചാൽ ഒരു വലിയ തോതിലുള്ള ട്രാൻസാക്ഷനുകൾ മറ്റുമൊക്കെ നടത്തുന്ന ബിസിനസ് ഹൗസസിലും ബാക്കിയുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധവും ബാക്കി സംഭവങ്ങളും ഉണ്ടോ എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഏജൻസികളും മനസ്സിലാക്കേണ്ട ഒരു പരമപ്രധാനമായ കാര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ വലിയ സമ്മർദ്ദത്തിലൂടെ കടന്നുപോയ ചില കുറ്റാരോപിതരൊക്കെ തന്നെ ജയിലിൽ വെച്ചും മറ്റു പല സ്ഥലങ്ങളിൽ വെച്ചും ആത്മഹത്യക്ക് ശ്രമിച്ചതും ആത്മഹത്യ പൂർണ്ണമാക്കിയതുമായ പല സംഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഡോക്ടർ റോയ്, ഇവിടെ ഇപ്പോൾ നോക്കൂ, ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അത് ചിലപ്പോൾ ഏറ്റവും അടുത്തവർക്ക് പോലും അറിയാൻ പാടില്ലാത്തതുമൊക്കെ ഉണ്ടാകാം. പക്ഷേ അതിന് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ഇങ്ങനെ ഒരു ആത്മഹത്യയുടെ ആവശ്യമുണ്ടോ? അത് ഒരു അന്വേഷണം നടന്ന് അതിൻ്റെ ഭാഗമായിട്ടുള്ള റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് അമ്മയെ വിളിക്കാനെന്ന് പറഞ്ഞ് ഫോൺ എടുത്തുകൊണ്ട് അദ്ദേഹം പോയി എന്നതാണ് മനസ്സിലാകുന്നത്. അതിനുശേഷം ഒരു ആത്മഹത്യയിലേക്ക് പൊടുന്നനെ പോകേണ്ടുന്ന സാഹചര്യം അവിടെ നടക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടല്ലാതെ എന്ത് എന്നൊരു ചോദ്യമില്ലേ? അല്ല, അമ്മയെ വിളിക്കാനാണ് അദ്ദേഹം പോയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ ആ ഒരു ഫോൺ കോൾ ഉണ്ടായിട്ടുണ്ടോ, അതിനുശേഷം എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുന്നത് നമുക്കറിയില്ല. അവിടെ അദ്ദേഹം ഒറ്റപ്പെട്ടൊന്ന് ഇരിക്കാനാണോ പോയതെന്ന് നമുക്കറിയില്ല. ലഭ്യമായ റിപ്പോർട്ടുകൾ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഒരു സ്റ്റാഫ് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോൾ സെക്യൂരിറ്റി അദ്ദേഹത്തെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് നേരത്തേക്ക് അദ്ദേഹത്തെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞു. 10 മിനിറ്റോളം ആ റൂമിൻ്റെ പുറത്ത് കാത്തു നിന്നപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഒരു വെടിയൊച്ചയുടെ ശബ്ദം പുറത്തു കേട്ടതായിട്ട് റിപ്പോർട്ടുകളില്ല. അതൊരു സൈലൻസർ ഘടിപ്പിച്ച പിസ്റ്റളായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതിൽ ഉപയോഗിച്ച ബുള്ളറ്റൊക്കെ വളരെ ക്ലോസ് റേഞ്ചിൽ ഉപയോഗിക്കുന്ന ഒരു ഗണ്ണിൽ നിന്ന് വന്ന ഇമ്പാക്റ്റ് ആയിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നെഞ്ചിൻ്റെ ഇടതുവശത്തുള്ള 5ാമത്തെ വാരിയിലും ഹൃദയവും തുളച്ചുകൊണ്ടുപോയ ഒരു വെടിയുണ്ടായിരുന്നു അത്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഇതിൽ വേറൊരു ചോദ്യമുണ്ട്. അത് കേൾക്കുമ്പോൾ വലിയ ബിസിനസ് ആൾക്കാർക്കുമൊക്കെ ചെറിയ അലോസരമൊക്കെ തോന്നുന്നു. നമ്മളുടെ അദ്ദേഹത്തിൻ്റെ ഒരു ഓഫീസിൽ ഒരു ആയുധമൊക്കെ സൂക്ഷിക്കുന്ന പതിവ് പൊതുവേ ആൾക്കാർക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ അത്തരം ആയുധങ്ങളൊക്കെ അങ്ങനെ സൂക്ഷിക്കേണ്ടതിൻ്റെ ഒരാവശ്യകത. ലൈസൻസ് ഉള്ള തോക്കാണ് എന്നതാണ് പറയുന്നത്. സ്വയരക്ഷയ്ക്കായിരിക്കുമല്ലോ അതപ്പോൾ. നോക്കൂ, അദ്ദേഹത്തിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ സ്വയരക്ഷയെ ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ചിന്തയെങ്കിലും ഉണ്ടെങ്കിൽ അതിനായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ അത്ര കൃത്യമായിട്ട് എടുക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓഫീസിൽ പോലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം വീട് കഴിഞ്ഞാൽ ചിലപ്പോൾ വീടിനേക്കാൾ അദ്ദേഹത്തിൻ്റെ ഓഫീസായിരിക്കും. അവിടെ വരെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ആരോപണങ്ങളോ മറ്റോ ഒന്നും ഉണ്ടായിട്ട് നമുക്ക് അറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരും ഈ ലൈസൻസ്ഡ് വെപ്പൺസും ഒക്കെ ഉപയോഗിക്കുന്നത് അത് പ്രൊഫഷൻ്റെ മറ്റോ ഒക്കെ ഭാഗമായിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പറഞ്ഞു നിയമപരമായി അല്ലെങ്കിൽ എല്ലാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് തന്നെയാണ് ഇപ്പോൾ ഈ റെയ്ഡ് നടത്തിയിട്ടുള്ളതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് ആ രീതിയിൽ തന്നെയാണ് എന്ന് നമ്മളോടുള്ള പാനലിസ്റ്റും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ നോക്കൂ റോയ്, ഒരു 3 ദിവസം ഇദ്ദേഹം വിദേശത്തായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയാണ്. ഇതിനു മുൻപും EDയുടെ പരിശോധനകൾ ഉണ്ടായിട്ടുണ്ട്. ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള പരിശോധനകൾ നിരന്തരമായി ഉണ്ടായി വരുന്നു എന്നതാണ് ആ കുടുംബം പറയുന്നത്. അത് സ്വാഭാവികവുമായിരിക്കുമല്ലോ. വിദേശത്തു നിന്ന് വിളിച്ചു വരുത്തുന്നു. 3 ദിവസം ഈ റെയ്ഡിന്റെ ഭാഗമായി അദ്ദേഹത്തിന് അവിടെ തുടരേണ്ടി വരുന്നു. അദ്ദേഹത്തെ പോലെ ഒരു ബിസിനസ്മാന് ഇടയ്ക്കിടയ്ക്ക് ഇതിനോട് ഈ രീതിയിൽ സഹകരിക്കേണ്ടി വരുന്നു എന്നത് പറയുന്നത് പോലും വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നതായിരിക്കില്ല. അദ്ദേഹം എന്തൊക്കെ ഡീൽ നടത്താനായിരിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ചർച്ചകൾക്ക് വേണ്ടി മാറ്റിവെച്ച സമയമായിരിക്കും, അതൊന്നും നടക്കാതെ വരുന്നു. അത് അദ്ദേഹത്തിന്റെ ബിസിനസിനെ ബാധിക്കില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒളിക്കാനുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങൾ നടക്കുന്നു എന്നതുകൊണ്ടോ ഒരാൾക്ക് സമ്മർദ്ദം ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. നിരന്തരം ഇത്തരം സമയം ഇതിനുവേണ്ടി നീക്കിവെക്കുന്നു എന്നത് തന്നെ നിമിഷങ്ങൾക്ക് വിലയുള്ള ഒരു ബിസിനസ്മാനെ സംബന്ധിച്ച് ചിലപ്പം വലിയ സമ്മർദ്ദത്തിന് കാരണമായിട്ടുണ്ടാകാം. അല്ല, ഒരു വ്യക്തിക്ക് എന്താണ് സമ്മർദ്ദം ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന സമ്മർദ്ദം എനിക്കൊരു സമ്മർദ്ദമായിരിക്കണമെന്നില്ല. അതുപോലെ തന്നെ എനിക്കുണ്ടാകുന്ന സമ്മർദ്ദം മറ്റൊരു വ്യക്തിക്കാണ്. ഇപ്പോൾ ഞങ്ങൾ ഡോക്ടർമാരോടൊക്കെ പലരും പുറത്തുള്ളവർ പറഞ്ഞ് നിങ്ങൾ കാഷ്വാലിറ്റി നിൽക്കുമ്പോൾ വലിയ സമ്മർദ്ദമല്ലേ നിങ്ങൾക്കെന്നുള്ളത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ടെൻഷൻ അടിച്ചുകൊണ്ടാണ് കാഷ്വാലിറ്റി നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി ജോലി ചെയ്യാൻ സാധിക്കുന്നത്. നമുക്കത്രയും ടെൻഷൻ പറ്റില്ല നമ്മൾ പരിചയിച്ച ഒരു ജോലിയാണെങ്കിൽ. പക്ഷേ അത്തരത്തിൽ ഈ നിരന്തരം ഒരു സംവിധാനങ്ങൾ ഒരു മനുഷ്യൻ്റെ പുറത്ത് പ്രഷർ ഇടുക എന്നുള്ളത് അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയില്ല. പക്ഷേ എനിക്കതിൽ പറയാനുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ഒരു മാനസികാരോഗ്യ സംവിധാനങ്ങൾ അവിടെ ഉണ്ടാകണം. ഇപ്പോൾ ഒരു ഹൈ പ്രൊഫൈൽ റെയ്ഡുകളൊക്കെ നടത്തുമ്പോൾ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു വ്യക്തി ഇത്തരത്തിൽ ഒരു റെയ്ഡിൻ്റെ ഇടയിൽ ഒരു മുറിയിലേക്ക് ഒറ്റപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നടക്കുന്ന ഒരു റെയ്ഡാണ്, അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. എന്തിനാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു കുറ്റാരോപിതൻ എന്ന് പോലും ഇദ്ദേഹത്തെ നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു വീട്ടിലേക്കോ ഒരു സ്ഥാപനത്തിലേക്കോ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള വ്യക്തികളുടെ സുരക്ഷ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സംവിധാനങ്ങൾ, അന്വേഷണ ഏജൻസികൾ ഉറപ്പുവരുത്തേണ്ടതല്ലേ എന്നൊരു വലിയ ചോദ്യം നിലവിലുണ്ട്. ഇപ്പോൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചർച്ച വന്നത് രാജൻ പിള്ളയുടെ മരണവുമായി ബന്ധപ്പെട്ട വളരെ നിർഭാഗ്യകരമായി നടന്നൊരു സംഭവം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രയോ നിസ്സാരമായ കേസുകൾ അദ്ദേഹത്തിൻ്റെ പുറത്തുണ്ട്. പക്ഷേ രാജൻ പിള്ളയുടെ മരണത്തിന്
ഒരു ഗുണമുണ്ടായത്. നോക്കുക, മരണം കൊണ്ട് ഗുണമുണ്ടായെന്ന് പറയുന്നത് ഒട്ടും തന്നെ ശരിയല്ല, ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ നിങ്ങളൊരു സാധാരണ തടവുപുള്ളിയായിട്ട് പോലും ജയിലിലെത്തിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവർക്ക് ഇന്ന് കിട്ടുന്ന ഒരു ആരോഗ്യ പരിരക്ഷ, കുറച്ച് നാളെ ഞാൻ ഔദ്യോഗികമായ ഒരു പദവിയിലുണ്ടായിരുന്നപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു ചാർജ് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അവരുടെ കാര്യത്തിൽ എത്ര പെട്ടെന്നാലും ഇൻവെസ്റ്റിഗേഷനുകളും ബാക്കി സംഭവങ്ങളും വൈദ്യചികിത്സയും നൽകണമെന്നുള്ള ഒരു നിയമത്തിൻ്റെ വലിയ ഒരു മാറ്റമുണ്ടായത് ആ സംഭവത്തിന് ശേഷമാണ്. അപ്പോൾ ദൗർഭാഗ്യകരമായ ഇത്തരം ഒരു സംഭവം വേണ്ടി വന്നു നമുക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ. ശരി ശരി ശ്രീ ലാൽകുമാർ, നോക്കൂ, ഇതിൽ CPM അതിൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ ഏജൻസികൾ ഈ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നതിൻ്റെ മുൻകാല അനുഭവങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ ഈ ആരോപണം ഗൗരവമായി കാണണം എന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. മനുഷ്യത്വപരമായ ഒരു സമീപനം പോലും ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ ബന്ധുക്കൾ, ഒപ്പം തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ അവിടെയുള്ള ജീവനക്കാരുടെയൊക്കെ മൊഴികളായി പുറത്തു വരുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ മരണം സംഭവിച്ചിട്ട് വീണ്ടും അവിടെ റെയ്ഡ് തുടർന്നു എന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് MV ഗോവിന്ദൻ അക്കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അന്വേഷണ ഏജൻസികളുടെ വലയിൽപ്പെട്ടാണ് ഈ വ്യവസായിയുടെ ജീവൻ കൂടി നഷ്ടപ്പെട്ടത് എന്ന് തന്നെയാണോ കരുതുന്നത്? അതിനപ്പുറം ഇവിടെ വ്യവസായികളാണ് എങ്കിൽ പോലും ഈ രാജ്യത്തെ നിയമം, നീതി ഇതൊക്കെ അവർക്കും ബാധകമാണ്. അവരും പൗരന്മാരാണ്. അതൊക്കെ പാലിച്ചുകൊണ്ട് വേണം ഏത് ബിസിനസ് ആയാലും നടത്തേണ്ടത് എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ CPM ഇതിൽ അവരുടെ നിലപാട് പറഞ്ഞിരിക്കുന്നു. ഇടത് സഹയാത്രികനായ താങ്കൾ എങ്ങനെയാണ് ആ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? നോക്കൂ, ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ നമ്മളത് വളരെ പക്വമായിട്ട് തന്നെ അതിനെ കാണണമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം, പാർട്ടി സെക്രട്ടറി എന്നുള്ള അഭിപ്രായം പാർട്ടിയുടെ അവസാനത്തെ വാക്കാണ്. അതിനൊക്കെ ഉപരി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ആ കുടുംബത്തിന്റെ അഭിപ്രായമാണ്. ആ കുടുംബം എന്താണ് പറയുന്നത്? അന്വേഷണ ഏജൻസി ഇദ്ദേഹത്തെ ഉപദ്രവിച്ചു, എന്നുവെച്ചാൽ മാനസികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അനിയനും അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെയാണ്. നിങ്ങളെ വാർത്തകൾ കോട്ട് ചെയ്താണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സന്ദർഭം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഈ റെയ്ഡിനിടയ്ക്ക് അല്ലെങ്കിൽ അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു എന്ന കുടുംബത്തിന്റെ ആരോപണം, അവർക്ക് അങ്ങനെ ഒരു ഗ്രീവൻസ് ഉണ്ട് എങ്കിൽ നമുക്ക് കേൾക്കാൻ ബാധ്യതയുണ്ട്. ഇപ്പൊ ഡോക്ടർ മോഹൻ റോയ് പറഞ്ഞു ഇതൊരു കാര്യം വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്, വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട വിഷയമാണ്. ഒരു റെയ്ഡ് നടക്കുന്ന എൻവയോൺമെന്റിനെ കൺട്രോൾ ചെയ്യേണ്ട ആ ഡ്യൂട്ടി അവിടെ റെയ്ഡ് ചെയ്യുന്ന ആൾക്കാർക്കുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാഷ്വാലിറ്റി അവിടെ ഉണ്ടാകത്തക്ക രീതിയിലൊരു കാര്യം ഡെവലപ്പ് ചെയ്യാൻ അവർ അനുവദിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ അഭിപ്രായം. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരു ജീവന്റെ വിലയെക്കുറിച്ച് ഒരു ഇതില്ലേ, നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? ആ ഉത്തരവാദിത്വം അവർ കാണിച്ചില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതാണ് അതുമായി ബന്ധപ്പെട്ട കുടുംബത്തിന്റെ ആരോപണം അന്വേഷിക്കപ്പെടണം. കാര്യം അദ്ദേഹത്തെ അൺനെസസറി ആയിട്ട് ശല്യപ്പെടുത്തിയിട്ടുണ്ടോ? അതിനെ രണ്ട് രീതിയിൽ നമുക്കതിനെ കാണാം. നോക്കൂ, ഞാനത് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം, ഒന്ന് ഇടപെടാതിരുന്നാൽ മതി. കുറച്ച് നാളുകളായി നമ്മൾ കാണുന്ന ED, ഇൻകം ടാക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികളെല്ലാം തന്നെ അത് കുറെ ആൾക്കാരെ ഹോണ്ട് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഏജൻസികളായി മാറിയിട്ടുണ്ടെന്നുള്ളത് സത്യസന്ധമായ കാര്യം. അത് കഴിഞ്ഞ ദിവസം ഒരു സുപ്രീം കോടതി ജഡ്ജി തന്നെ പറഞ്ഞു, നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്ന ആൾക്കാരെ ഒഴിവാക്കുന്ന രീതിയെ കുറിച്ച് ഒരു പരാമർശം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി. ഇപ്പം ഭരിക്കുന്ന കക്ഷിയുമായിട്ട് ചേർന്ന് നിന്നാൽ അപ്പം ആ ഇൻവെസ്റ്റിഗേഷൻ ആ പോയിന്റിൽ സ്റ്റാൻഡ് സ്റ്റില്ലിലേക്ക് മാറും. പക്ഷെ ബാക്കിയുള്ളവരെ ഇങ്ങനെ ഹോണ്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നോക്കൂ, ഇദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ ലീനിങ് ഒന്നുമില്ല. അതാ ഞാൻ പ്രതീക്ഷിച്ചുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു വിഷയമാണ്. പക്ഷെ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾക്ക് അവരുടേതായിട്ടുള്ള ഒരു അജണ്ടയും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളും പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. കേരളത്തിൽ നോക്കൂ, ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ED-യുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കാണിച്ച പരാക്രമങ്ങൾക്ക് അവസാനം കേന്ദ്ര സർക്കാർ അയാളെ പുറത്താക്കേണ്ടി വന്നു. അയാളെ സർവീസിൽ നിന്ന് പുറത്താക്കി. അയാൾ ഒരു അഴിമതിക്കാരനാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണ്ടെത്തൽ വന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തി പുറത്താക്കി. അപ്പം ഇങ്ങനെ ഏജൻസികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഉപദ്രവിക്കാൻ, പ്രത്യേകിച്ച് ED-യുടെ PMLA പോലുള്ള പവർ കയ്യിരിപ്പുണ്ടെങ്കിൽ ഈ ഓറൽ എവിഡൻസ് ഈ ഏജൻസിക്ക് കൊടുക്കുന്നത് തന്നെ വാല്യൂബിൾ അല്ലെങ്കിൽ പ്രൊബേറ്റീവ് ഫോഴ്സ് ഉള്ള എവിഡൻസ് ആണ്. നമ്മൾ പണ്ട് പറയത്തില്ല, പോലീസ് കൊടുക്കുന്ന മൊഴിക്ക് വലിയ പ്രാധാന്യമില്ല എന്ന് പറയുന്ന പോലത്തെ നിയമമല്ല ED-യുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇവരുടെ മുന്നിൽ കൊടുക്കുന്ന മൊഴിക്കും പ്രാധാന്യമുണ്ട്, അതിന് എവിഡൻറ്ററി വാല്യൂ ഉണ്ട്. അതാണ് സ്റ്റാറ്റ്യൂട്ടിന്റെ പ്രത്യേകത. അപ്പൊ അങ്ങനെ ആൾക്കാരെ ഉപദ്രവിക്കാനായിട്ടുള്ള ഒരു വലിയ ശ്രമം ഏജൻസികൾ തന്നെ നടത്തിയാൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് പൊതുവിമർശനമായി നമ്മുടെ സംസ്ഥാനത്തും ഈ രാജ്യത്ത് മൊത്തം നിൽക്കുന്നുണ്ട്.
അങ്ങനെ ഏതേലും രീതിയിലുള്ള ഒരു കാര്യം ഈ ഏജൻസികൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതാണ് ആ വീട്ടുകാർ പറയുന്നതിന്റെ ഏറ്റവും വലിയ കാര്യം. അതിന് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റവന്യൂവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാഷ് ഡീലിങ്സുമായിട്ട് ബന്ധപ്പെട്ടോ ഏതേലും അനോമലി ഉണ്ടെങ്കിൽ അത് ജനങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ബാധ്യത ഈ ഏജൻസിക്ക് ഇപ്പോൾ ഉണ്ട്. കാരണം അദ്ദേഹം ഒരു ഉദാഹരണം നോക്കും, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു ഏജൻസിയുടെ താല്പര്യത്തിനനുസരിച്ച് ഇവര് ഡാൻസ് ചെയ്യാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മറ്റൊരു കോമ്പറ്റീറ്റർക്ക് വേണ്ടി ഇവർ ഡാൻസ് ചെയ്യാതിരിക്കട്ടെ. ഒരു ഉദാഹരണം, ഞാൻ ടേക്കിംഗ് ആൻ എക്സാമ്പിൾ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിന്റെ കോൺസിക്വൻസ് എന്താണ്? ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തൊരു മനുഷ്യൻ നമ്മുടെ മുന്നിൽ ഇതുവരെ, നമ്മുടെ മുന്നിൽ ഇപ്പൊ മീഡിയ, ഞാൻ ന്യൂസ് 18 കണ്ടുകൊണ്ടിരിക്കുക, അതിനകത്ത് നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടു. നമ്മുടെ മുന്നിൽ ഇതുവരെ അദ്ദേഹത്തിനെ പ്രിജുഡൈസ് ചെയ്യാവുന്ന ഒരു സിംഗിൾ പീസ് ഓഫ് എവിഡൻസ് പോലും നമ്മുടെ കയ്യിലില്ല. അപ്പം അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് ഇദ്ദേഹത്തെ ഇത്രത്തോളം പ്രിജുഡൈസ് ചെയ്യാനുള്ള എന്തൊക്കെയാണ് അവർ ഇതുവരെ അവർക്ക് കിട്ടിയത്? കാര്യം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തെ ചേസ് ചെയ്യത്തക്ക രീതിയിൽ എന്തൊക്കെ കിട്ടി എന്നുള്ളത് പൊതുജനങ്ങളോട് അത് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ഏജൻസി എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നിപടി ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല. കാരണം ഇങ്ങനെ ഹോണ്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഇങ്ങനെ ചേസ് ചെയ്യുകയും ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. യഥാർത്ഥത്തിൽ ഒന്നും ഇല്ലായിരുന്നെങ്കിലോ, ആ ഒന്നുമില്ലായിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മളോട് പറയാൻ കഴിയുന്നത് ആ ഏജൻസിക്ക് തന്നെയാണ്. ആ ഏജൻസി ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ തരേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ പറയുന്നത് ഒരു കാര്യം നമ്മൾ ഒറ്റ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ഒരു വിഷയമല്ല ഇത്, അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, ഇതൊരു ഗ്രേ ഏരിയ കിടക്കുന്ന ഒരു വിഷയമാണ്. അതിൽ പ്രോപ്പർ എക്സ്പ്ലനേഷൻ കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തുനിന്ന് വരേണ്ടതായിട്ടുണ്ട്, പോലീസിന്റെ ഭാഗത്തുനിന്ന് ഫർദർ എക്സ്പ്ലനേഷൻ വരേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിന്റെ ആരോപണം വളരെ പ്രാധാന്യമുള്ള, അവര് ഇതിനെ മൊത്തത്തിൽ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരിക്കുകയാണ്. കാര്യം അവർ പറയുന്ന അവർക്ക് ഡൗട്ട്സ് ഉണ്ട്. ഇത് സാധാരണ ബിസിനസ്സുകാർ സംഭവിക്കുന്ന ഒരു കാര്യം, അത് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇടപെടുകയും ഒറ്റ സെക്കൻഡ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം, സാമ്പത്തിക പ്രതിസന്ധി ആകുകയും അത് ലോകത്തോട് പറയാതിരിക്കുകയും അദ്ദേഹം തന്നെ ഈ പറയുന്ന ഒരു വലിയ മാനസിക സമ്മർദ്ദത്തിൽ ഏർപ്പെടുകയും മരിക്കുകയും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രീതികൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതല്ലാതെ പേഴ്സണൽ ലെവലിൽ ഒരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ ഏജൻസിയെ കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്റെ ബാധ്യതയാണ് മറ്റൊരു കാര്യം കൂടെ പറയാൻ. ഡോക്ടർ മോഹൻ റോയ് പറഞ്ഞ പോലെ ഇദ്ദേഹം ഏതെങ്കിലും രീതിയിൽ മാനസികമായ പ്രശ്നങ്ങൾ നേരത്തെ നേരിട്ടിട്ടുണ്ടോ, അതും എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ട് വരേണ്ട ഒരു വിഷയമാണ്. അതിന്റെ ഭാഗമായിട്ട് ചെയ്തതാണോ ഇതൊന്നും നമുക്കറിയത്തില്ല. സോ എല്ലാം പുറത്തു വരട്ടെ, ആർക്കും ഒന്നും മറച്ചു വെക്കേണ്ടതായിട്ടൊന്നുമില്ല. നമ്മളതിനെ സുതാര്യമായി തന്നെ കണ്ടാൽ മതി എന്ന് ഞാൻ കണ്ടു. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ശ്യാം രാജ്, നോക്കൂ, 2019 ഇതുപോലെ ഒരു വ്യവസായിയുടെ മരണം സംഭവിക്കുന്നത്, സിദ്ധാർത്ഥിന്റെ. നോക്കൂ, സമാനമായ നിലയിൽ അന്ന് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് പോലും ഉണ്ടായിരുന്നു. സമാനമായ നിലയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നതെന്ന് കുടുംബം പറയുന്നു. ഇതിൽ വ്യക്തതകൾ വരാനുണ്ട്. പക്ഷേ കൃത്യമായ ഒരു അന്വേഷണം നടന്ന് ഇതിന്റെ ഉത്തരവാദികൾ ആരാണ് എന്നത് കണ്ടെത്തണ്ടേ? ഈ അന്വേഷണ ഏജൻസികൾ ഇതുപോലെ വ്യവസായികളുടെ ജീവൻ എടുക്കുന്ന സംവിധാനമായി മാറുന്നത് ശരിയാണോ? നിങ്ങളിവിടെ വികസിത കേരളം പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കേരളത്തിലെ ഒരു പ്രമുഖ വ്യവസായി ഇതുപോലെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നതെന്ന് ഓർക്കണം. രേണുക, വികസിത കേരളം പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളണം. തീർച്ചയായിട്ടും ശ്രീ CJ റോയ് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ നമുക്കെല്ലാവർക്കും വളരെ വിഷമമുണ്ട്. അതിലെന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് അറിയുകയും ചെയ്യണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇൻകം ടാക്സിൻ്റെ തന്നെ സീനിയർ ലെവലിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്, പിന്നെ കർണാടക സർക്കാരിൻ്റെയൊക്കെ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് പുറത്ത് വരിക തന്നെ ചെയ്യും. വരണമെന്നാണ് എല്ലാവരെയും പോലെയും ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഇന്ന് കേരളത്തിലെ പല മാധ്യമങ്ങളും പറഞ്ഞതുപോലെ ഇത് 3 ദിവസം മുൻപ് നടന്നിട്ടുള്ള ഒരു റെയ്ഡല്ല. ഒന്നാമത് ഇന്നലെ മുഴുവൻ കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ED റെയ്ഡ് ചെയ്യുന്നതാണ്. ED അല്ല, ഇൻകം ടാക്സിൻ്റെ ITയുടെയാണ് റെയ്ഡ് നടന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞ 4 മാസം മുൻപ് കേരളത്തിലെയും കർണാടകത്തിലെയും വിവിധ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകളിൽ ഇത്തരത്തിലുള്ള റെയ്ഡ് നടന്നിട്ടുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല സംശയങ്ങളും ഇൻകം ടാക്സ് വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ ഡിസംബർ മാസം 3-ാം തീയതി ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ബാംഗ്ലൂരുള്ള അവരുടെ ഓഫീസിൽ ED എത്തുകയും 3 ദിവസം ED അല്ല, ഇൻകം ടാക്സ് വിഭാഗം എത്തുകയും 3 ദിവസത്തോളം 6-ാം തീയതി വരെയുള്ള റെയ്ഡ് നീളുകയും ചെയ്തു. അന്ന് ഇദ്ദേഹം ശ്രീ റോയ് അദ്ദേഹം അവിടെ ഓഫീസിൽ
പിടിച്ചിട്ടില്ല. ആ സമയത്ത് അവിടെ നിന്ന് പിടിച്ചെടുത്ത രേഖകളെല്ലാം ഒന്ന് സീൽ ചെയ്തിട്ട് ഇൻകം ടാക്സിൻ്റെ ഓഫീസർമാർ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഈ റെയ്ഡിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ കേസിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയിൽ ഇദ്ദേഹം ഒരു കേസ് ഫയൽ ചെയ്തു. പക്ഷേ കർണാടക ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് വീണ്ടും അതേ ഉദ്യോഗസ്ഥർ തന്നെ ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഈ മാസം 28-ാം തീയതി, ഈ ജനുവരി 28-ാം തീയതി അദ്ദേഹത്തോട് ഹാജരാവാൻ വേണ്ടിയിട്ട് പറയുന്നു. അതിനുശേഷം നമുക്ക് നിലവിൽ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ഈ അതായത് സീൽ ചെയ്തിട്ടുള്ള രേഖകൾ കണ്ടെടുക്കുകയും അതിൽ ഒപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻകം ടാക്സ് ഓഫീസർമാർ വന്നിട്ടുള്ളത്. അതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും വിവിധ മാധ്യമങ്ങളിൽ നിന്നും മറ്റു വഴികളിലൂടെയൊക്കെ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ യാഥാർത്ഥ്യം ഇതായിരിക്കെ ഇതിനകത്ത് രാഷ്ട്രീയം കൂട്ടിക്കലർത്തുന്നതോട് ഞങ്ങൾക്ക് തെല്ലും യോജിപ്പില്ല. കാരണം നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ട്. ഈ രാജ്യത്ത് കോടിക്കണക്കിന് ആളുകൾ ടാക്സ് അടയ്ക്കുന്ന ആളുകളാണ്, നേരിട്ടുമല്ലാതെയൊക്കെ നമ്മൾ ടാക്സ് അടയ്ക്കുന്ന ആളുകളാണ്. അതിൽ തീർച്ചയായിട്ടും ഞങ്ങൾ 2014 മുതലാണ് അധികാരത്തിൽ വന്നത്. അതിനു മുമ്പും ശേഷവുമെല്ലാം ഈ രാജ്യത്ത് ഇൻകം ടാക്സിൻ്റെയൊക്കെ റെയ്ഡുകൾ നടക്കാറുണ്ട്, EDയുടെ റെയ്ഡ് നടക്കാറുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്, അല്ലാതെ വന്നതിന് ശേഷം പെട്ടെന്ന് കൊണ്ട് സംഭവിച്ചൊന്നുമല്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു മരണം ഉണ്ടാവാൻ പാടില്ല എന്ന് അതിന്റെ കാര്യങ്ങൾ വരട്ടെ, നമുക്ക് വരും ദിവസങ്ങൾ കണ്ടറിയാം. ഇതിൽ പറയുന്നു ആ പേപ്പർ ഒപ്പിടിച്ച് മേടിക്കാനാണ് എത്തിയതെന്ന് പറയുന്നു. പക്ഷെ നോക്കൂ, അവിടെ ആ ഒരു സംഭവം ഉണ്ടായതിന് ശേഷവും 1 മണിക്കൂർ 1.5 മണിക്കൂറോളം അവിടെ റെയ്ഡ് തുടർന്നു എന്നതാണ് പറയുന്നത്. അതാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. മനുഷ്യത്വമില്ലാത്തവരായി ഈ അന്വേഷണ ഏജൻസികൾ മാറുന്നു എന്നൊരു സംശയം ഉയരുന്നത് അവിടെയാണ്. ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഒരു അത്യാപത്തിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ജാഗ്രത കൂടി അന്വേഷണ ഏജൻസികൾ കാണിക്കണം. അതൊക്കെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടെടുക്കേണ്ടുന്ന മുൻകരുതൽ കൂടിയാണ്. പക്ഷേ അതുണ്ടായിട്ടില്ല. അപ്പോൾ ഈ നിങ്ങൾ പറയുന്ന തരത്തിൽ നിയമപരമായി തന്നെ കാര്യങ്ങൾ നടക്കണം. അതിലെന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നടപടി ഉണ്ടാകണം. അത് ഇപ്പോൾ തിരിച്ചു പിടിക്കാനുള്ള പണമാണെങ്കിൽ തിരിച്ചു പിടിക്കണം, അല്ലാണ്ട് നിയമ നടപടികളിലേക്ക് നീങ്ങേണ്ടതാണെങ്കിൽ അതൊക്കെ വേണം. പക്ഷേ ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ഒരു നേട്ടവും ഉണ്ടാകില്ലല്ലോ. അത് ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയാണല്ലോ വേണ്ടത്. അവിടെ വീഴ്ച സംഭവിച്ചു എന്നത് വ്യക്തമാണല്ലോ. രേണുക, അതിനകത്ത് 2 കാര്യം. ഒന്നത്, ഞാനത് രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ട് വന്നതല്ലെങ്കിലും ഇത് ഈ CPM ഇതിനെ ഇത്തരത്തിൽ കാണുമ്പോഴത്തേക്ക് പറയാതിരിക്കാൻ വേണ്ടി ഇത് ആരാണ് പറയുന്നത്? ഈ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പറയുമ്പോൾ ആന്തൂർ സാജനെ മറന്നു പോകുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി ശ്യാമള ചെയർപേഴ്സണായിട്ട് ഇരിക്കുമ്പോഴല്ല ആന്തൂർ സാജൻ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് പെർമിഷൻ കിട്ടി, NOC കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ കുടുംബത്തെക്കുറിച്ചിട്ടൊക്കെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ കുടുംബത്തിൽ നിന്നുള്ള ആൾ മൂലം അവരുടെ പേരെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുള്ള കേരളത്തിലെ വ്യവസായി ആന്തൂർ സാജനെ കുറിച്ചിട്ട് ഓർക്കണം. എന്നിട്ട് വേണം ഇമാതിരി രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ന്യായീകരണമല്ല, ഞാൻ പറഞ്ഞാണ് ന്യായീകരണമല്ല. കുടുംബം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കാര്യം ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആരും ന്യായീകരിക്കുന്നില്ല. ഞാൻ ന്യായീകരിച്ചില്ലല്ലോ, ഞാനെന്നല്ല, ആരും ന്യായീകരിക്കില്ല ഇതിനെ. ഞാൻ പറഞ്ഞത് അവിടെ അതായത് ഇദ്ദേഹം ശ്രീ റോയ് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോയി അടച്ചിട്ടതിന് ശേഷം ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കാം എന്ന് അവിടുത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് പോലും മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ 1.5 മണിക്കൂർക്ക് റെയ്ഡ് നീണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു വാർത്ത കണ്ടിട്ടേ ഇല്ല. അതെന്താണ് ആ സമയത്ത് അവിടെ ഏതെങ്കിലും മാധ്യമ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിയുകയുമില്ല. കുടുംബം തന്നെ പറയുന്നതാണ് അവിടെ ആ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ ഉള്ളവർ തന്നെ പറഞ്ഞ് പുറത്തേക്ക് വന്ന വാർത്തകളാണ്. നമ്മൾ ആരും ആ സമയത്ത് അതിലെനിക്ക് സംശയമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കതിനെ കുറിച്ചിട്ട് അറിയില്ല, അതിന് സംശയമുണ്ട്. അതോടെ ഒരു കാര്യം കൂടി, ഞാനിപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വിവിധ മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു ബൈറ്റ് കാണുമായിരുന്നു. അതായത് സഹോദരൻ, അതായത് ചില ദേശീയ മാധ്യമങ്ങൾ ഇദ്ദേഹത്തോട് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, EDയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഇവർ IT ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്ന് എടുത്തെടുത്ത് ചോദിക്കുമ്പോൾ അത് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഐ എം ഇൻ ട്രബിൾ, അതായത് ഈ റെയ്ഡ് മൂലം ഞാനൊരു ട്രബിളിലാണ്, ഞാനൊരു വിഷമത്തിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാണ് സഹോദരനും പറയുന്നത്. അതല്ലാതെ ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടായി, സമ്മർദ്ദമുണ്ടായി, അത് അദ്ദേഹത്തെ ബാധിക്കുന്നുള്ള രീതിയിലല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വാർത്തകളിൽ നിന്നും ഇവരുടെ സംസാരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതിലൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ വരാനുണ്ട്, വരട്ടെ. തീർച്ചയായിട്ടും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയുക തന്നെ വേണം. തീർച്ചയായിട്ടും നമ്മുടെ എക്കോണമിക്ക് ഇത്ര വലിയ കോൺട്രിബ്യൂഷൻ തന്ന ഒരാളുടെ മരണം നമ്മളെ ദുഃഖിപ്പിക്കുന്നത് തന്നെയാണ്. അതിൻ്റെ എല്ലാ സത്യവും പുറത്തു വരണമെന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. യാഥാർത്ഥ്യം പുറത്തു വരണമല്ലോ. ഇവിടെ ഇപ്പോൾ നോക്ക്, ED കേസ് ഒതുക്കാൻ കൊല്ലം സ്വദേശിയിൽ നിന്ന് കോഴ വാങ്ങിക്കാൻ ശ്രമിച്ച ഒരു കേസുണ്ടായിരുന്നു. അതിൽ കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറാണ് കേസിലെ 1ാം പ്രതിയായി വന്ന സാഹചര്യം. അപ്പോൾ അന്വേഷണ ഏജൻസികളെല്ലാം
കറ തീർന്ന അല്ലെങ്കിൽ യാതൊരു കുറ്റവുമില്ലാത്ത വിധത്തിലാണ് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അല്ലാത്ത ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. അതിൽ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്റെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങളാകാം, അവരുടെ വൈരാഗ്യമായാം, അങ്ങനെ വേണമെങ്കിലും വേട്ടയാടപ്പെടാം എന്നൊരു സംവിധാനമുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ ആസൂത്രിതമായോ രാഷ്ട്രീയമായോ ഉപയോഗിക്കുന്നതായിരിക്കില്ല. അപ്പോൾ അവിടെ കൃത്യമായ അന്വേഷണം നടന്ന് സത്യം പുറത്തു വരണം എന്നതാണല്ലോ. അത്തരം ഒരു സമീപനം ഉണ്ടാകുമോ? ഇപ്പോൾ SIT രൂപീകരിച്ചിരിക്കുകയാണ് കർണാടക സർക്കാർ. SIT രൂപീകരിച്ച് അന്വേഷണം നടക്കുകയാണ്. അതിനും അപ്പുറം സ്വന്തം നിലയിൽ തങ്ങളുടെ സിസ്റ്റം നന്നായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങൾ കൂടി ഉണ്ടാകുമോ? അല്ല, അതിനെന്താണ് സംശയിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ നിരീക്ഷണം തന്നെ അധികം തന്നെ പറഞ്ഞവർക്ക്, അതായത് ഒരു ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്തു, അദ്ദേഹത്തെ പുറത്താക്കി. അതാണ് ഒരു സർക്കാരിന് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ നമ്മുടെ പോലീസ് സംവിധാനത്തിലാണെങ്കിലും നമ്മുടെ ഉദ്യോഗസ്ഥർ, നിങ്ങൾ അത് 100% ഉദ്യോഗസ്ഥർ തെറ്റുകാരാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ തെറ്റുകാരല്ലാത്തവർ ഇല്ല എന്ന് നമുക്ക് വാദിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു ഊഹമാണ്, ഈ ഉദ്യോഗസ്ഥർ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഞാൻ പറയുന്നത് അങ്ങനെ നമുക്ക് കരുതേണ്ട ആവശ്യമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ, അതല്ല മറ്റു കാരണങ്ങളാണെങ്കിൽ അത് അന്വേഷിക്കപ്പെടട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് രാവിലെ അല്ല ഇന്നലെ മുതൽ പറയുന്നത് പോലെ 1-2 ദിവസത്തിനകത്ത് ഉണ്ടായിട്ടുള്ള റെയ്ഡ് അല്ല ഇത്. അതായത് ഈ കഴിഞ്ഞ 4 മാസം മുമ്പ് റെയ്ഡ് നടക്കുകയും വിദേശത്ത് നിന്നടക്കമുള്ള ചില ഫണ്ടിങ് വരികയും അതിൻ്റെ സോഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രൂപ്പ് മാത്രമല്ല കേട്ടോ, ഇദ്ദേഹത്തോട് മാത്രമല്ല കേട്ടോ, നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകളിൽ റെയ്ഡ് നടന്നിട്ടുണ്ട്. അവരോടൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. ആ റെയ്ഡൊക്കെ ഒരേ സമയത്ത് കഴിഞ്ഞ 4 മാസത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്ന സമയത്ത് ഈ ഒരു മരണം ദുഃഖകരമാണ്. അതിനെ ചൂണ്ടിക്കാട്ടിയിട്ട് നമ്മുടെ സിസ്റ്റം മുഴുവൻ അല്ലെങ്കിൽ ഈ നമ്മുടെ സംവിധാനം മുഴുവൻ തെറ്റാണ് ചെയ്യുന്നത്, അങ്ങനെ ഒരു നറേറ്റീവ് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ ലെവലിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ആ യാഥാർത്ഥ്യം പുറത്തു വരിക തന്നെ ചെയ്യും, വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. മുഴുവൻ കുഴപ്പമാണ് എന്നതല്ല. അതിൽ നല്ല ഉദ്യോഗസ്ഥരും ഉണ്ടാകാം, ചീത്ത ഉദ്യോഗസ്ഥരും ഉണ്ടാകാം. ഇപ്പോൾ ഏതെങ്കിലും സമ്മർദ്ദം ഉണ്ടെങ്കിൽ അതിന് വഴങ്ങുന്നവരും വഴങ്ങാത്തവരും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഘട്ടത്തിലും ഒരു സിസ്റ്റത്തെ ആകെ കുറ്റപ്പെടുത്തുന്നതല്ല. എന്താണ് സംഭവിച്ചത് എന്നത് പക്ഷേ പുറത്തു വരിക തന്നെ വേണം എന്നതിൽ സംശയവുമില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഗീതു, ഇവിടെ നോക്കൂ, സീറോ ഡെപ്റ്റ് എന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭത്തിൻ്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി. പക്ഷേ എങ്ങനെ അത് സാധ്യമാകും എന്ന ഒരു ചോദ്യം കൂടിയുണ്ടല്ലോ. നമുക്കറിയാം, എത്ര വലിയ കോർപ്പറേറ്റ് മുതലാളിമാരാണെങ്കിലും അവർക്ക് കടമുണ്ടാകും. ബാങ്കുകളിൽ നിന്ന് കടമെടുക്കുന്ന പണം ഉപയോഗിച്ചായിരിക്കും അവരുടെ ബിസിനസ് സാമ്രാജ്യം വികസിപ്പിക്കുക, മേലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ സീറോ ഡെപ്റ്റ് ഒരു ഐഡന്റിറ്റി ആക്കി വെച്ചിരിക്കുന്ന വ്യവസായത്തിന് എങ്ങനെ ഫ്ലറിഷ് ചെയ്യാൻ പറ്റും എന്നൊരു സ്വാഭാവികമായ ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ലീഗൽ അല്ലാത്ത വഴികളിലൂടെ ആണോ എന്ന സംശയമുണ്ട്. അതായിരിക്കുമോ ഇതിലേക്കൊക്കെ നയിച്ച സാഹചര്യം എന്ന് സംശയിക്കുന്നവരുമുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ ഗീതുവിന് പറയാനുള്ളത്? ഒരു ബിസിനസ് സംരംഭം കടമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയി ഈ രീതിയിൽ വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടോ? ഇപ്പൊ സീറോ ഡെറ്റ് ആയിട്ട് ഒരു കമ്പനി പോകുന്നു എന്ന് പറഞ്ഞിട്ട് മാത്രം നമുക്ക് അവരങ്ങനെ സംശയത്തോടെ കാണാൻ പറ്റില്ല. അത് പ്രാക്ടിക്കലി പറ്റും. കാരണം ഒന്നുകിൽ നമുക്ക് ഒരു ബിസിനസ് നടത്തി അതിന്റെ പ്രോഫിറ്റ് റീഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ഇൻവെസ്റ്റേഴ്സിന്റെ, പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന്റെ സഹായം തേടാം. ഇപ്പൊ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മണി ഫോർ കമ്പനിയുടെ ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും അവർക്ക് കടം എന്ന് പറയുന്നത് സീറോ തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും മാർഗമായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് വളരെയേറെ കുറച്ച് കഥകളുണ്ട് റോയ്സറിനെ പറ്റി. അതായത് വളരെ ചെറിയ വിലയ്ക്ക് വസ്തു മേടിച്ചിട്ട് പിന്നീട് വലിയ പ്രോഫിറ്റായി അദ്ദേഹത്തിന് മാറിയ കഥകളും. അത് മാത്രം അല്ലെങ്കിൽ പൊതുവെ പുറത്തു നിന്ന് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിച്ചിട്ടോ ബിസിനസ്സുകൾ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഈ പുറത്തു നിന്ന് ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുന്ന സമയത്ത് അതെല്ലാം കറക്റ്റായ ചാനലിൽ കൂടെയാണോ സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യമാവാം പൊതുവെ ഒരു ലീഗൽ ഇഷ്യൂ ആയിട്ട് മേ ബി റേസ് ആയി വരുന്നത്. അതിനുള്ള സാഹചര്യം ഞാൻ തള്ളിക്കളയുന്നില്ല. ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷെ അതിനെപ്പറ്റി നമുക്ക് പൊതുവെ എവിഡൻസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കൊരു കൺഫർമേഷൻ പറയാൻ പറ്റില്ല. പക്ഷെ സീറോ ഡെറ്റിൽ ഒരു ബിസിനസിനെ ഫ്ലറിഷ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം ഒരു നല്ല ബിസിനസ് മോഡൽ ആണെന്നുണ്ടെങ്കിൽ അത് പറ്റും. ശരി. രണ്ടാമത്തെ ചോദ്യം, അദ്ദേഹത്തിന്റെ അടുത്തോട്ട് വന്ന ഇൻവെസ്റ്റ്മെന്റ്സ് അതുമൂലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അത് ശരി, കണക്ഷനിൽ എന്തോ പ്രശ്നം കൂടിയുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ അബിൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രതിനിധിയാണ് അബിൽ. അബിൽ, നിങ്ങളൊക്കെ വലിയ നടുക്കത്തിലായിരുന്നു. ഇന്നലെ അബിലിനെ ഉൾപ്പെടെ ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ ആ നടുക്കം നിങ്ങൾ പങ്കുവച്ചതാണ്.
ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൂടുതൽ വിവരങ്ങൾ ആ കോർപ്പറേറ്റ് ഓഫീസിൽ എന്ത് സംഭവിച്ചു എന്നതുൾപ്പെടെ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. എന്താണ് കൂടുതലായി അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരങ്ങൾ? ഇതില് ഞാൻ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഒരു തിരുത്തുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പേഴ്സണൽ സ്റ്റാഫോ ആ രീതിയിലല്ല. ഞാൻ റോയിജി ഇസ് ലൈക്ക് മൈ ബ്രദർ, എൻ്റെ അടുത്ത സുഹൃത്താണ്, ഞാൻ വെൽവിഷറാണ്. ആ രീതിയിലൊക്കെയാണ് ഞാൻ അദ്ദേഹമായിട്ടുള്ള ബന്ധം. എനിക്ക് ഈ ഇന്റേണൽ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആളല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ നാളെ കസ്കട്ട് റിസോർട്ടിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ പൊതുചടങ്ങ്. 10 മണി മുതൽ 2 മണി വരെ പൊതുചടങ്ങ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ വെച്ചിട്ടുള്ള പ്രാർത്ഥന നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണുള്ളത്. അപ്പൊ എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, ഇത് ഒരു നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നമ്മൾ സംസാരിച്ചത് ഇതൊരു വലിയ ഷോക്കാണ് എന്നെ സംബന്ധിച്ച്, എന്നെ സുഹൃത്തുക്കളെ സംബന്ധിച്ചല്ല. കാരണം അത്ര 10-12 വർഷമായിട്ട് അദ്ദേഹത്തിന് അടുത്തറിയാം. ഒരു ബ്രദർലി ഒരു അടുപ്പമുണ്ട്. കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തി. കൂടുതലായിട്ടും നമ്മളെ കാര്യത്തിലൊക്കെ, കാരണം എൻ്റെ ലൈഫിലൊക്കെ ആസ് എ ഇവന്റ് പ്രൊഡ്യൂസർ ഒക്കെ ആയ സമയത്ത് ഒരുപാട് സഹായിച്ചിട്ടും സപ്പോർട്ട് ചെയ്തിട്ടും എൻ്റെ വളർച്ചയിലും ഒരുപാട് എന്നെ ഉയർത്തിക്കൊണ്ടുവന്നൊരു എനിക്കൊരു ബ്രദർ, എന്നെ വിളിക്കുന്നത് തന്നെ അബിൽ ബ്രോ അല്ലെങ്കിൽ ബ്രദർ എന്നുള്ള ഒരു അനിയൻ എന്നുള്ള ഒരു സ്ഥാനത്തിൽ എനിക്കൊരു ഫാമിലി ആയിട്ട് എന്നെ അടുത്ത ബന്ധം എന്നുള്ള രീതിയിലാണ്. അപ്പോ ഞാൻ മനസ്സിലാക്കിയ റോയിജി എന്ന് പറയുന്നത്, അദ്ദേഹം ഓൾവേസ് ലൈഫ് ഈസ് എ സെലിബ്രേഷൻ. അദ്ദേഹത്തിന് ഇന്നിപ്പം ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എല്ലാവരും ലൈഫ് ഈസ് സെലിബ്രേഷൻ. ആ രീതിയിൽ പോകുന്ന, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ നോക്കുന്ന, ലൈഫ് ഒരു ടൈം ടേബിൾ സിസ്റ്റത്തിൽ നിൽക്കുന്ന, അത് ആരോഗ്യപരമായിട്ടാണെങ്കിലും അദ്ദേഹത്തിന്റെ ലൈഫിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഈവൻ ടൈമിംഗ് ആണെങ്കിലും എല്ലാ രീതിയിലും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ ശരിക്കും ഞാനൊക്കെ ഒരു റോൾ മോഡൽ ആക്കി ഞാൻ കാണുന്നതാണ്. ഈവൻ ഫാമിലിക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, ഇപ്പൊ രാത്രി ആണെങ്കിൽ പോലും ഒരു ദിവസം പോലും കിടക്കുന്നതിന് മുമ്പ് വൈഫിനെ വിളിച്ച് ഞാൻ കിടക്കാണ് ലിനി എന്ന് പറഞ്ഞ് പലപ്പോഴായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇപ്പൊ ശരിക്കും നമ്മൾ പഠിക്കേണ്ട ഒരു പാഠപുസ്തകം പോലെ ഞാൻ അദ്ദേഹത്തിനെ മനസ്സിലാക്കിയാണ്. അപ്പൊ ലാസ്റ്റത്തെ മീറ്റിംഗ് എന്ന് പറഞ്ഞത്, ഞങ്ങള് പേഴ്സണൽ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നത് കാലിക്കറ്റ് വെച്ചായിരുന്നു. ഫൈസൽ ബാറിന്റെ ഹൗസ് വാമിങ്ങിനോട് സംബന്ധിച്ച് അന്നൊരു 2 ദിവസത്തോളം അദ്ദേഹത്തിന്റെ കൂടെ വളരെ സന്തോഷത്തോടു കൂടി ഡിസംബർ മാസത്തിൽ ഞങ്ങൾ ഒപ്പം കൂടെ ആയിരുന്നു. നൈറ്റ് വരെ ഒരു 3 മണിയോളം കൂടെ ഞങ്ങൾ ഇരുന്ന് ചിരിച്ച് അദ്ദേഹം പോയൊരു വ്യക്തിയാണ്. അപ്പൊ അന്നൊന്നും കാണാത്ത ഒരു അബിൽ എപ്പോൾ കണ്ടാലും അദ്ദേഹം ചിരിച്ച മുഖത്തോടു കൂടി മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എപ്പോഴും അദ്ദേഹം ഉല്ലാസവാനായിരുന്നു. ജീവിതം ഇങ്ങനെ അബിൽ സന്നെ സൂചിപ്പിച്ചതുപോലെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ബക്കറ്റ് ലിസ്റ്റിൽ ഇനി ഒന്നുമില്ല, എപ്പോൾ മരിച്ചാലും താൻ സന്തോഷത്തോടു കൂടിയാണ് മടങ്ങുക എന്ന് പോലും അദ്ദേഹം അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു. ആ ഒരു വ്യക്തി സ്വയം ഇങ്ങനെ ചെയ്യുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് ഞാൻ പറഞ്ഞല്ലോ, അത് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളിപ്പോ അടുത്ത സുഹൃത്തുക്കളൊക്കെ സംസാരിക്കും, റോയ് സാർ ഇത് എന്താണ്, ഞങ്ങൾ ആ നടുക്കാണ്. അത് ആന കുത്തി അനങ്ങാത്ത ഒരു മനുഷ്യനാണ്. ആന കുത്തി അനങ്ങില്ല. അത് അത്ര സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്. അപ്പൊ ആ ഒരു അദ്ദേഹത്തിന് എന്താണ് അത് നമുക്ക് പറയാൻ വാക്കുകളില്ല. അവിടെ എന്താണ് ഇപ്പൊ എനിക്ക് ഇതിനെ ആധികാരികമായിട്ട് ഇൻസൈഡ് ദ ബിസിനസിന്റെ കാര്യങ്ങളെ കുറിച്ചോ IT-നെ കുറിച്ചോ അത് ഞാൻ പറയാൻ ആളുമല്ല, അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് നിർവാഹവുമില്ല. ബട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യം ഇതാണ്. ഞാൻ മനസ്സിലാക്കിയ, ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ മനസ്സിലാക്കിയ ഒരാളും അദ്ദേഹം ഇങ്ങനെ ചെയ്യും എന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിന് എന്താണ് മുറിവേറ്റുന്നു? അബിൽ, ഇവിടെ അദ്ദേഹം റെയ്ഡ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് എടുത്തു വെച്ചിരുന്ന ഒരു ഇന്റർവ്യൂ ഇപ്പോൾ കൊടുക്കേണ്ട, പ്രശ്നമാകുമെന്ന തരത്തിൽ പറഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം പിന്നീട് കൊടുക്കാം എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. ഈ അന്വേഷണം ഇങ്ങനെ തുടരുന്നത് അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ മാനസിക സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടോ? അക്കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ഇതില് നമ്മള് ഡിസംബർ എൻഡോട് കൂടി ഇപ്പൊ ഈ ഞങ്ങള് കോൺഫിഡ് ഡേ വരാൻ പോകണം. അദ്ദേഹത്തിന്റെ ഉത്സവം പോലെ കോൺഫിഡൻസ് ഗ്രൂപ്പില് ഒരു ഉത്സവമാണ് കോൺഫിഡ് ഡേയും അദ്ദേഹത്തിന്റെ ബർത്ത്ഡേയും ഒരേ ദിവസം. കഴിഞ്ഞ 7 വർഷത്തോളമായിട്ട് ഞാൻ അതിന്റെ ഭാഗമാണ്. ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ ഓരോ വർഷവും അത് മത്സരിച്ച് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം പോലെയാണ് കോൺഫിഡൻസ് കേരള ടീമും അല്ലെങ്കിൽ ബാംഗ്ലൂർ ടീമും. അപ്പൊ ഇവന്റ് വരുന്ന സമയത്ത് ഞാൻ അതിന്റെ അവിഭാജ്യ ഘടകമായിട്ട് ഉണ്ടാവാറുള്ളതാണ്. അപ്പൊ ശരി, കട്ടായി പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. അബിൽ അതിനെക്കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു.
അബിലുണ്ടോ? ഉണ്ട്. പറഞ്ഞു പൂർത്തിയാക്കിക്കോ. ഓക്കെ. അപ്പൊ ഈ ആഘോഷപൂർവ്വം ഞങ്ങൾ നടത്താനിരുന്നതാണ് ഈ ഫെബ്രുവരി 12th. അപ്പം ഈ മാസം തുടക്കത്തിലാണ് IT സംബന്ധമായിട്ടുള്ള കാര്യമുണ്ട്. അപ്പൊ അതിന്റെ ഫർദർ മീറ്റിംഗിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ 12ാം തീയതി ജനുവരി തുടക്കത്തിൽ. അപ്പൊ അതിനെ സംബന്ധിച്ച് IT പരമായിട്ടുള്ളപ്പം അതിൽ ജോസഫ് സാറാണെങ്കിലും ജോയ് സാറാണെങ്കിലും ഷിത മാഡം ആണെങ്കിലും ഒക്കെ ഈ IT സംബന്ധമായിട്ടുള്ള എന്തൊരു കൺഫ്യൂഷൻ വന്നപ്പോൾ അതിന്റെ തിരക്കിൽ വന്ന് എന്റെ മീറ്റിംഗ് കുറച്ച് നീണ്ടു പോയിട്ടുണ്ടായിരുന്നു. തൽക്കാലം നമ്മൾ അതൊന്ന് ഇതിന്റെ തിരക്കുകളൊന്ന് കഴിഞ്ഞിട്ട് അത് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഒരു 1 വീക്കോളം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ ഫൈനലായിട്ടുള്ള ഈ ഓഫീസ് വരവ്. അപ്പൊ ഇതൊരു ആഘോഷപൂർവ്വം നടക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു 12ാം തീയതി. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ IT പരമായിട്ടുള്ള കാര്യങ്ങളോ ഓഫീസ് ഇൻസൈഡിന്റെ കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷെ നമ്മൾ കാണുന്ന സമയത്ത് ലാസ്റ്റത്തെ മീറ്റിംഗിലും അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഫോൺ കോൺവെർസേഷനിലും ഒക്കെ അദ്ദേഹം പരിപൂർണ്ണ സന്തോഷവാനായിട്ടാണ് കണ്ടത്. എനിക്ക് ആ ഒരു ശരി അബിൽ, ഒരൊറ്റ കാര്യം കൂടി ഇപ്പോൾ നമ്മുടെ ഈ ചർച്ചയിൽ ഉൾപ്പെടെ ഉയർന്നു വന്ന കാര്യം, എന്തിന് ഈ റിവോൾവർ അദ്ദേഹത്തിന്റെ ഈ ഓഫീസിൽ പോലും അദ്ദേഹം കൊണ്ടു നടന്നു എന്നതാണല്ലോ. എപ്പോഴും ഈ റിവോൾവർ ഒപ്പം ഉണ്ടാകുമായിരുന്നു അദ്ദേഹത്തിന് എന്തെങ്കിലും ത്രെട്ട് ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ എന്തിനാണിത് കൊണ്ടു നടക്കുന്നത്? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അക്കാര്യം? നിങ്ങൾ കണ്ടിട്ടുണ്ടോ അദ്ദേഹം എപ്പോഴും അത് കൊണ്ട് നടക്കുന്നത്? അല്ല, റോയ് സാർ ഓൾവേസ് അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ബോഡി ഗാർഡ്സ് ആണെങ്കിലും സെക്യൂരിറ്റി ആണെങ്കിലും ഓൾവേസ് ഉള്ളതാണ്. ഒരു ലൈസൻസ്ഡ് തോക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധയിൽ മുമ്പ് പറഞ്ഞതായിട്ട് അറിവുണ്ട് എനിക്ക്. പക്ഷെ അത് ഓൾവേസ് കൊണ്ടു നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഇതില് അറിവില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടോ അത് എങ്ങനെയാണോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ സെക്യൂരിറ്റി എപ്പോഴും ഉണ്ട് അദ്ദേഹത്തിന്. എപ്പോഴും ബോഡി ഗാർഡ്സും സെക്യൂരിറ്റി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവും. അത് എനിക്കറിയാവുന്നതാണ്. ഒറ്റ കാര്യം കൂടി അബിൽ, ഒറ്റ കാര്യം കൂടി, ഈ വിദേശത്തെ ബിസിനസ്സാണ് ഇപ്പോൾ വലിയ സംശയത്തിനിടയാക്കിയിട്ടുള്ളത്. വിദേശത്തെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ ബിസിനസ് ഇപ്പോൾ മെയിൻലി ഗൾഫ് രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ടാണോ ഉള്ളത്? ഇതില് 2024 എനിക്ക് അവിടെ ഒരു ഇവന്റ് ഞങ്ങള് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് 2024 കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ദുബായ് ഡിവിഷൻ അദ്ദേഹത്തിന്റെ മകൻ രോഹിത് റോയ് ആയിരുന്നു അത് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഇവന്റ് ഗംഭീരമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. 2024 മാർച്ചോട് കൂടിയാണ്, മിഡോട് കൂടിയാണ് അത്. 5ാം തീയതി മാർച്ച് 5 അതാണ് ഇതില് അവിടേക്ക് വ്യാപിച്ചിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പേഴ്സണലി അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ ബിസിനസ് പരമായിട്ട് സംസാരിക്കാൻ ഞാൻ ആളല്ല. ഞാൻ അവരുടെ ഇൻസൈഡ് കാര്യങ്ങൾ എന്നെ കുറിച്ച് അറിയില്ല. IT സംബന്ധമായിട്ടുള്ള കാര്യം കുറിച്ച് അറിയത്തില്ല. ഞാൻ മനസ്സിലാക്കിയ റോയിജി എന്ന് പറയുന്ന വ്യക്തി വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള, വളരെ ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ പ്രായം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്നെക്കാളും ഇളയതാണ്. ഒരു 25 വയസ്സാകാൻ ആ ചുരുക്കമുള്ള ഒരു വ്യക്തിയാണ്. ഇന്നും ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ തന്നെ 3 മണിക്കൂർ കളിക്കുന്ന ഒരു വ്യക്തി. അത്രയും ഹെൽത്തിലും മെന്റലിയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്. ശരി, വളരെ നന്ദി അബിൽ, ഈ അവസരത്തിൽ ഞങ്ങളോട് ചേർന്നതിന്. അജിത്ത്, നോക്കൂ, ഇവിടിപ്പോ ഏത് തരത്തിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നതെങ്കിലും അവിടെ ഒരു അനിഷ്ട സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത ഈ അന്വേഷണ ഏജൻസികൾ കാട്ടണം എന്നതാണ്. അദ്ദേഹത്തിന് ഫോൺ വിളിക്കാൻ കൊടുക്കുന്നു, അദ്ദേഹം ഈ റിവോൾവറും കൊണ്ടാണ് പോകുന്നത്, അതൊന്നും കണ്ടെത്തുന്നില്ല. അവിടെ ആ വിധത്തിൽ അദ്ദേഹത്തെ ഫ്രീ ആക്കി വിട്ടതിന്, ഈ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിന് അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ലേ യഥാർത്ഥത്തിൽ? തീർച്ചയായും അതിനെപ്പറ്റി നമുക്ക് അന്വേഷണത്തിലൂടെ മാത്രമേ ഡീറ്റെയിൽസ് പുറത്തറിയാൻ പറ്റത്തുള്ളൂ. സാധാരണ ഒരു റെയ്ഡ് നടക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ഓഫീസർ നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ്. നമ്മൾ പോകുന്നതാണെങ്കിലും ഈവൻ ഇപ്പൊ നമ്മളെ പ്രാഥമിക കാര്യങ്ങളാണെങ്കിലും അവർ നമ്മളെ അക്കമ്പനി ചെയ്യും. ഈവൻ അവളുടെ പേഴ്സണൽ സ്പേസിൽ മാത്രം ഉണ്ടാവത്തില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ 3 ദിവസമായിട്ട് അവിടെ റെയ്ഡ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസറിന്റെ ഒരു ടീം അവരുടെ കൂടെ തന്നെ സ്റ്റേ ചെയ്യും. അതാണ് ഇതിന്റെ പ്രോസസ്സ്. അവരുടെ വീട്ടിൽ തന്നെ താമസിക്കുകയും ഇവരെന്തൊക്കെയാണോ ചെയ്യുന്ന ആക്ടിവിറ്റികളിലെല്ലാം ഇവര് നോക്കുകയും ചെയ്യും. ഇവന് ഒരു ഡോക്യുമെന്റ് എടുക്കാൻ പോയാൽ പോലും അവർ അക്കമ്പനി ചെയ്ത് അവരും കൂടെ പോയാണ് അത് ചെയ്യാറ്. പക്ഷെ ഈ സാഹചര്യത്തിൽ എന്താണ് നടന്നതെന്ന് എനിക്കും തീർച്ചയായിട്ടും മനസ്സിലാകുന്നില്ല. കാരണം ഇത് ഒരു റെയ്ഡ് നടന്ന് അതിനുശേഷം അവരതിന്റെ ക്ലോസിംഗ് പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഈ റെയ്ഡ് സർപ്രൈസ് ആയിട്ട് വന്നൊരു റെയ്ഡ് അല്ല. അപ്പൊ അതുകൊണ്ട് അത്ര ടൈറ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കത്തില്ല അവർ അഡോപ്റ്റ് ചെയ്തത്. കാരണം റെയ്ഡ് ഓൾറെഡി കഴിഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഉള്ള ഇപ്പൊ ഓൾറെഡി സീൽ ചെയ്ത് വെച്ച ഡോക്യുമെന്റ്സ് എടുക്കാനും ഫൈനൽ ക്ലോഷർ പ്രൊസീഡിങ്സിനുമായിട്ട് ആണ് അവർ വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്രയും ടൈറ്റ് ആയിട്ട് അവിടെ ഒരു പ്രൊസീജിയേഴ്സ് വെക്കാറില്ല. ബിക്കോസ് അവർ ആ സാഹചര്യങ്ങൾ കുറച്ച് ഫ്രീ ആക്കാറുണ്ട്. ശരി, ഡോക്ടർ റോയ്, നോക്കൂ, ഇതിപ്പോൾ
ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് അദ്ദേഹത്തിന് ആത്മഹത്യയിലേക്ക് പോകേണ്ടി വന്ന ഒരു സാഹചര്യമാണോ എന്ന് ചോദിച്ചാൽ മറ്റെല്ലാവരും പറയുന്നു ഇതിലും വലിയ പ്രതിസന്ധികൾ തരണം ചെയ്തു വന്നിട്ടുള്ള മനുഷ്യനാണ്. ഇപ്പോഴും സീറോ ഡെപ്റ്റ് തന്നെയാണ് അദ്ദേഹം ഒരു ഐക്കണായിട്ട് പറയുന്നത് അവരുടെ സ്ഥാപനത്തിൻ്റെ. വേണമെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ലോൺ എടുത്തുകൊണ്ടൊക്കെ മറികടക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, അതായത് ഇതുവരെ ഉപയോഗപ്പെടുത്തിയിട്ടില്ലാത്ത സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. വിദേശത്ത് ഉള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളൊക്കെയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് സിനിമാ മേഖലയിലുമായിട്ടായാലും രാഷ്ട്രീയ മേഖലയുമായി ബന്ധപ്പെട്ടായാലും ഒക്കെ വലിയ ബിസിനസ് ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഉണ്ട് എന്നറിയുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഈ സംഭവം, അതിൻ്റെ അന്വേഷണം ഏതൊക്കെ തലങ്ങളിലേക്ക് എത്തണമെന്നതാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഇതിൻ്റെ ശരിയേത് തെറ്റേത്, യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തുന്നത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു ഘടകമാണോ? അല്ല, തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. സത്യാവസ്ഥ എന്നതിനപ്പുറം യാഥാർത്ഥ്യമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ പലപ്പോഴും ഈ യാഥാർത്ഥ്യമെന്ന് അന്വേഷണ ഏജൻസികൾ നമ്മളോട് പറയുന്നത് നമ്മൾ വിശ്വസിക്കാൻ നിർബന്ധിതരാവുകയാണ്. പിന്നെ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ പലപ്പോഴും പല റിപ്പോർട്ടുകളും പുറത്തു വന്നു കഴിയുമ്പോൾ ഇതൊക്കെയാണോ യാഥാർത്ഥ്യമെന്ന് തോന്നുന്ന രീതിയിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ ഉണ്ടായ ഒരു ട്രെയിൻ അപകടം, ഒരു ടൊർണാഡോയുടെ തലയിലിട്ടതൊക്കെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണല്ലോ. അന്നതിന് ധാരാളം, അതിനെ ന്യായീകരിക്കാൻ പോലും സാങ്കേതിക വിദഗ്ധരുണ്ടായിരുന്ന ഒരു നാടുമായിരുന്നു നമ്മുടേത്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു മനോരോഗ ചികിത്സകത്തിനെ ഞാൻ കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു സമ്മർദ്ദം താങ്ങാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തെ പോലെ ഇത്തരത്തിൽ എന്തുതരം സേവനങ്ങളും വളരെ പെട്ടെന്ന് ലഭ്യമാകുമായിരുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് ലഭിച്ചില്ല എന്നുള്ളതിനെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തത്, നമ്മൾ നേരത്തെ രേണുകയും ചൂണ്ടിക്കാണിച്ച ഈ ഒരു പിസ്റ്റളിൻ്റെ കാര്യം. 2 കാര്യങ്ങളുണ്ടതിൽ. ഒന്ന്, ആ പിസ്റ്റൾ ഉപയോഗിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയുണ്ടായി എന്നാണ് പോലീസിൻ്റെ കേസ്. ഒരു റെയ്ഡ് നടക്കുന്ന സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥരുടെ സുരക്ഷയും കൂടി കണക്കിലെടുക്കുമ്പോൾ എത്രയോ ദിവസം ഇവിടെ റെയ്ഡ് നടത്തി പേപ്പർ ഒപ്പിടിക്കാനാണ് പോയതെങ്കിലും ഒരു 15 മിനിറ്റ് അദ്ദേഹം ആ മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അത്തരത്തിലൊരു ആയുധമുള്ളൊരു മുറിയിൽ അദ്ദേഹം ഇരുന്നു എന്ന് പറയുമ്പോൾ ഈ ആയുധം ഇവരുടെ കണ്ണിൽപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അവിടെ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് കേവലം അവിടെയെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. മോഹൻ റോയ്, ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു ആളുടെ മനോവിചാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് എങ്കിൽ അത് കണ്ടെത്താനുള്ള സാധ്യതയും സാഹചര്യവും എത്രമാത്രം എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. യഥാർത്ഥ കാരണം ഇനി വാട്സപ്പ്, അദ്ദേഹത്തിൻ്റെ 2 ഫോണുകൾ കസ്റ്റഡിയിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വാട്സപ്പ് ചാറ്റും കോളും ഒക്കെ വേണമെങ്കിൽ പരിശോധിച്ച് അതിലെന്തെങ്കിലും സൂചനകൾ ഉണ്ടെങ്കിൽ കണ്ടെത്താം എന്നതിനപ്പുറം വഴി അടഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ടോ? ഇവിടെ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ജീവിതത്തിലെല്ലാം നേടിക്കഴിഞ്ഞു എന്നൊരു വ്യക്തിക്ക് പറയാൻ പറ്റുമോ? ബക്കറ്റ് ലിസ്റ്റിൽ ഒന്നുമില്ല, ഇപ്പോൾ മരിച്ചാലും ഞാൻ സന്തോഷവാനാണ് എന്ന് പറയുന്നു. ഒരു വ്യവസായിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു പീക്ക് പോയിന്റ് ഉണ്ടാകുമോ? വീണ്ടും 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 അവരുടെ സാമ്രാജ്യം വളർത്തുക എന്ന ഒരു ലക്ഷ്യമായിരിക്കില്ലേ അങ്ങനെയൊക്കെ ആയിരിക്കണ്ടേ ഉണ്ടാവേണ്ടത്? 2 കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ ഇതിലേക്കുള്ള കാരണം കണ്ടുപിടിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ആത്മഹത്യകളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് സൈക്കോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നൊരു കാര്യമാണ്. സൈക്കോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മരിച്ച വ്യക്തിയുടെ കൂടെ, ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ കൂടെ കുറച്ച് ദിവസങ്ങൾ പുറകോട്ട് നടക്കുന്നുള്ളത്, അദ്ദേഹത്തിന് അനുഭവിച്ച ശാരീരികവും മാനസികവുമായിട്ടുള്ള മറ്റെന്തെങ്കിലുമൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. അതിന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോട്, ഓഫീസ് സ്റ്റാഫിനോട്, മറ്റുള്ളവരോട് വിശദമായിട്ട് അന്വേഷിക്കേണ്ടി വരും. അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഈ വാട്സപ്പ് ചാറ്റുകൾ, ബാക്കിയൊക്കെ പരിശോധിക്കേണ്ടി വരും. കേരളത്തിൽ തന്നെ ഞാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു കേസിൽ ഇത് നിയന്ത്രിതമായ രീതിയിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ രണ്ടാമത് ആ കേസ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കൃത്യമായൊരു സൈക്കോളജിക്കൽ ഓട്ടോപ്സി നടത്തി അതൊരു ആത്മഹത്യയാണെന്ന് കോടതി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒരു മനുഷ്യൻ്റെ വിചാരങ്ങൾ എന്തായിരിക്കുമെന്നും അദ്ദേഹത്തിൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഒന്നുമില്ല എന്നും പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ, നമ്മളെല്ലാവരും സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന മാസ്ലോയുടെ ഒരു തിയറി ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് പൊട്ടൻഷ്യൽ, നമ്മൾ എത്താൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരവസ്ഥ എന്നതിലേക്ക് നമ്മൾ എത്തിക്കഴിയുന്ന ആൾക്കാരിലാണ് അത് പൊതുവേ കണ്ടുവരാറുള്ളത്. പക്ഷേ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പിന്നെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രായമൊക്കെ അനുസരിച്ച് അത് അദ്ദേഹത്തിന് ലഭിക്കാനുള്ളത് കിട്ടിക്കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകൻ ഉന്നതമായ രീതിയിലെ പഠനമൊക്കെ പൂർത്തിയായി കഴിഞ്ഞു, അടുത്ത തലമുറയിലേക്ക് കൈമാറിക്കൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ വളരെയധികം ഉണ്ടായിരുന്നു. നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന, അസൂയപ്പെടുത്തുന്ന ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അതിലേക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത്തരം ഘടകങ്ങളെക്കാൾ ഇത്തരത്തിലുള്ള സംഭവം, രാജൻ പിള്ളയുടെ സംഭവത്തിന് ശേഷം അതിനുശേഷം ജയിലിൽ ചികിത്സ കിട്ടാതെ ഒരാളും മരിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം
കൊടുക്കാൻ ആർജവം ചങ്കൂറ്റം കാണിച്ച സുപ്രീം കോടതിയിൽ നിന്നും ഇനി നിയമ സംവിധാനങ്ങളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരൊറ്റ റെയ്ഡിൻ്റെ ഭാഗമായിട്ടും ഇന്ത്യയിൽ ഇനി ഒരൊറ്റയാളും ഇതുപോലെ ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാതാക്കണമെന്നുള്ളതാണ്. ശരിയാണ്, തീർച്ചയായും. ശ്രീ ശ്യാംലാൽ, നോക്കൂ, നമ്മൾ നിയമ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോഴും അതാരെയും ഈ രീതിയിൽ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യാനാകരുത് എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന സാഹചര്യം കൂടിയുണ്ടല്ലോ. നോക്കൂ, ഈ കോൺഫിഡന്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് എത്രയെത്ര സംരംഭങ്ങൾ, അവിടെ എത്രയെത്ര തൊഴിലാളികൾ, മാത്രവുമല്ല ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കാത്തിരിക്കുന്ന എത്രയെത്ര മനുഷ്യർ. അപ്പോൾ എത്ര പേരുടെ ജീവിതമാണ് പിടിച്ചുലയ്ക്കുന്നത് ഈ മരണം എന്നതറിയാമല്ലോ. അപ്പോൾ ഒരു വ്യവസായിയും ഈ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്നില്ല ഇന്ത്യയിൽ എന്ന് ഉറപ്പുവരുത്താൻ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മുന്നോട്ട് പോകാൻ കൊതിക്കുന്ന ഇന്ത്യയിൽ അതിന്റെ ഭരണാധികാരികൾ അത് ഉറപ്പുവരുത്തേണ്ടുന്ന കാര്യമല്ലേ? പീഡിപ്പിക്കപ്പെട്ടു എന്ന് ആരാണ് രേണുക പറഞ്ഞത്? അതിന്റെ അവരുടെ കുടുംബം പറഞ്ഞ എന്താണ് ട്രബിൾ എന്നാണ് പറഞ്ഞത്. പീഡിപ്പിക്കുക ശരിയായിക്കോട്ടെ, കുടുംബത്തിന്റെ വേദന മനസ്സിലാക്കുന്നു, അവിടെ തന്നെ നിൽക്കട്ടെ. ഇത് നിങ്ങൾ ഇന്നലെ മുതൽ പറയുന്ന രേണുക തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള ആ ഒരു വാദം രേണുക തന്നെ പൊളിച്ചു കളഞ്ഞു. ഇപ്പോൾ കുറച്ചും ശ്രീ ആരോടാ അജിത്തിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെ അമ്മയെ ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടത് എന്തുകൊണ്ടാണ് അദ്ദേഹം റൂമിലോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് റൂമിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹത്തിന് അലോ ചെയ്ത് എന്തിനാണെന്നൊക്കെ രേണുക ചോദിക്കുന്നുണ്ട്. അപ്പോൾ നോക്ക്, അതിൽ നിന്ന് തന്നെ എന്താ വ്യക്തമാക്കുന്നത്? ഇത് ടൈറ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിനെ ഒരു പ്രഷർ ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലായിരുന്നില്ല. അതായത് വളരെ ഒരാളെ ജീവിതത്തിൽ മരണത്തിലേക്ക് തള്ളിവിടാതിരിക്കാൻ സംവിധാനം ഒരുക്കേണ്ടത് കാര്യങ്ങളിൽ കൃത്യമായി പറയുന്നതല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹത്തെ ഈ പറയുന്ന അന്വേഷണ സംഘമാണ് മരണത്തിലേക്ക് തള്ളിവിട്ടത് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? അതിനെ അന്വേഷിച്ചിട്ട് അറിഞ്ഞില്ലേ പറ്റൂ. നിങ്ങൾ ഒരു വശത്ത് പറയുന്നു പ്രഷർ ചെയ്തെന്ന് പറയുന്നു, മറുവശത്ത് അതേ രേണുക തിരിച്ചു ചോദിക്കുന്നത് എന്തിനാണ് അമ്മയോട് ഫോൺ ചെയ്യാൻ വേണ്ടി അന്വേഷണം കൊണ്ട് പ്രഷർ ചെയ്യുകയും അദ്ദേഹത്തെ മരണത്തിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുകയും ചെയ്തു. അതെങ്ങനെ നിങ്ങൾ ഒരു വശത്ത് പ്രഷർ ചെയ്തെന്ന് പറയും, മറുവശത്തേക്ക് അമ്മയോട് ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോലും അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു എന്ന് പറയുമ്പോൾ ലൂസാക്കിയെന്നും പറയുന്നു. ഈ രണ്ടു വാദം തന്നെ രേണുക ദിവസങ്ങളായി തുടരുന്ന ഈ പരിശോധന അതാണ് പറഞ്ഞത്. അതിലെന്താണെന്ന് നടന്നതെന്ന് അറിയട്ടെന്ന്, എന്താണ് നടന്നതെന്ന് അറിയട്ടെ. ഇത് ദിവസങ്ങളായി തുടർന്നാണ്. സീൽ വെച്ച റൂമിലെ രേഖകൾ എടുക്കുന്നു, അതിലൊപ്പിടാൻ വേണ്ടിയിട്ട് പറയുന്നു. വളരെ കാഷ്വൽ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. നമുക്ക് അവിടുത്തെ വീഡിയോ, അതിനകത്ത് 3 മാസമായിട്ട് അവിടുത്തെ വീഡിയോ CCTV ദൃശ്യങ്ങൾ കൂടി ലഭ്യമല്ല എന്ന് പറയുന്നു. വളരെ കാഷ്വലായിട്ട് ഈ ഉദ്യോഗസ്ഥർ വരുന്നു, അതിലൊപ്പിടാൻ വേണ്ടിയിട്ട് പറയുന്നു, ഇദ്ദേഹം റൂമിലോട്ട് പോകണമെന്ന് പറയുന്നു, അമ്മയോട് ഫോൺ ചെയ്യണമെന്ന് പറയുന്നു. അതിനുശേഷം ഈ വളരെ ദുഃഖകരമായിട്ടുള്ള ഈ കാര്യം നടക്കുന്നു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഐഡിയോളജിക്കലായിട്ട് പോലും ഞങ്ങൾ ഈ സംരംഭകർക്കോ വ്യവസായികൾക്കോ എതിരല്ല. ഞങ്ങളൊരു ഭൂഷാസികളെന്ന് പറയുന്നവരല്ല. അവരെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് കൂടുതൽ അവസരം രാജ്യത്ത് വരണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അങ്ങനെയാണെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കട്ടെ, കുറ്റക്കാരാരാണ് എന്നത് കണ്ടെത്തട്ടെ, അവിടെ നിഷ്പക്ഷമായ അന്വേഷണവും നടപടികളും ഉണ്ടാകട്ടെ എന്നതാണ് നമുക്ക് ആശിക്കാനുള്ളത്. നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. എന്തായാലും ഈ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഉയരുന്ന ആരോപണം. ഇന്ന് പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യവും അതുതന്നെയാണ്. റോയിയുടെ മരണത്തിൽ ദുരൂഹതയോ? അതെ എന്ന് പറയുന്നു 81% പേർ, അല്ല എന്ന് പറയുന്നത് 16% പേർ മാത്രം. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.